ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ഡൽഹിയിൽ നിന്നാണ്. ഞാൻ ജനിച്ചുള്ളത് ബീഹാറിലാണ്. നിങ്ങളിൽ ചിലർക്കെങ്കിലും അത് അറിയാമായിരിക്കും. ഞാനൊരു ട്രഡീഷണൽ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു ഫാക്ടറി ഉണ്ട് എൻ്റെ സ്ഥലത്ത്. ജീവിതം നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ വളരെ നന്നായിട്ട് തന്നെ പഠിച്ചു. ഞാൻ CA ചെയ്തു, CS ചെയ്തു, MCOM ചെയ്തു, MBA ചെയ്തു. അങ്ങനെ പഠനത്തിൽ ഞാൻ വളരെ മികച്ചു തന്നെ നിന്നു. അങ്ങനെ ഞാൻ ഡൽഹിയിലേക്ക് മാറി. ഇത്രയും ഡിഗ്രിയൊക്കെ നേടിയപ്പോൾ ജീവിതം നന്നായിരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഇത്രയും പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ കോർപ്പറേറ്റിൽ നല്ല ജോലിയൊക്കെ കിട്ടുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അപ്പൊ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ തന്നെ എനിക്ക് ജോലിയും കിട്ടി. നല്ല ശമ്പളത്തോടുകൂടി ജോലി കിട്ടി. കുറച്ചു കാലം ജോലി ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് എവിടെ എത്തണം അത് ജോലി കൊണ്ട് എത്താൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ചിലർക്ക് നന്നായിരിക്കും, പക്ഷെ എനിക്കത് ഒരിക്കലും ചേരില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടിക്കൂടി വരും. നമ്മുടെ കുടുംബം വലുതാവും, നമ്മുടെ ജോലി ഭാരം കൂടും, നമ്മുടെ സമയം വളരെ കുറഞ്ഞു വരും. പക്ഷെ നമുക്ക് അതിനോടുള്ള അതുപോലുള്ള പണത്തിനോട് അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. ജോലി വളരെ നല്ലതായിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ സമയത്തിനനുസരിച്ചുള്ള പണം മാത്രമേ എനിക്ക് ജോലിയിൽ നിന്ന് ഉണ്ടാക്കാൻ സമ്പാദിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. എനിക്ക് ട്രഡീഷണൽ ബിസിനസ് ഉണ്ടായിരുന്ന ഒരു പേപ്പർ ഫാക്ടറി ആണ് ആ ബിസിനസ്. ഡൽഹി, ബീഹാർ, ജാർഖണ്ഡ് മുതലായ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഫാക്ടറി ഉണ്ടായിരുന്നു. ട്രഡീഷണൽ ബിസിനസ്സും നന്നായി തന്നെ പോകുന്നുണ്ടായിരുന്നു. കാരണം അത് തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഇതിന് പുറമെ എന്തെങ്കിലും എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബിസിനസ് എന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. എനിക്ക് ഒരു ഇൻകം സോഴ്സിൽ മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. കാരണം എനിക്ക് തന്നെ മനസ്സിലായി, എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ അതോട് തന്നെ എല്ലാം നഷ്ടപ്പെടാമെന്ന് എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി, ഒരു കൊറോണ, എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ മോശമാവുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ, മറ്റു ബിസിനസ്സുകൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. ബിസിനസ് എല്ലാം മുന്നോട്ട് പോകുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ബിസിനസ്സിൽ വളരെ തിരക്കാണ്, എനിക്ക് സമയം തീരെ കിട്ടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ട്രഡീഷണൽ ബിസിനസ്സിലും ഒരുപാട് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ അവിടെ ഒരു ടൈം ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കിട്ടുന്ന കാര്യമല്ല. എനിക്ക് ജോലി ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തീരെ സമയം കിട്ടാത്തതിൽ തന്നെ ഞാൻ ആശങ്കയുണ്ടായിരുന്നു. കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ എന്റെ ഇൻകം നിന്ന് പോകുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഒരു 5-7 വർഷം ഞാൻ ജോലി ചെയ്യും. അതിനുശേഷം എന്റെ ജോലി എനിക്ക് ഒരു സിറ്റുവേഷനിൽ എത്തണം, എന്റെ ജോലി മുന്നോട്ട് പോകണം, എന്റെ ഇൻകം ഒരിക്കലും നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു രീതിയിൽ ഞാൻ എന്നെ തന്നെ പ്ലാൻ ചെയ്തു. എനിക്ക് വേണ്ടി തന്നെ ടൈം എനിക്ക് നേടിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ഞാൻ എടുക്കാൻ വളരെ താല്പര്യത്തോടെ ഇവിടെ നിൽക്കുമായിരുന്നു. എനിക്ക് ഇൻഡസ്ട്രിയെ പറ്റിയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ബിസിനസ് മോഡലിനെ പറ്റിയോ ഒന്നും എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ട്രഡീഷണൽ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് വരുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഏതൊരു ബിസിനസ് ആയാലും ഒരു പ്രൊഡക്റ്റ് സർവീസും ഉണ്ടായിരിക്കും ഏതൊരു ബിസിനസ്സിലും. അപ്പോൾ എങ്ങനെയാണ് ആ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതിൽ അല്ല കാര്യം, ഏതൊരു ബിസിനസ്സിലും പ്രൊഡക്റ്റ് സർവീസും കൊടുത്തു കഴിഞ്ഞാൽ പണം സമ്പാദിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. 7 വർഷം മുമ്പാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി എനിക്കൊരു ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ബിസിനസിനെ കുറിച്ചൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വരുന്നത്. ഞാൻ ബിസിനസ് പ്ലാൻ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു പ്ലാൻ. ഇത് തന്നെയാണ് ട്രഡീഷണൽ ബിസിനസ്സിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. ഒരു ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ടാക്കുന്നു. ഇത് പക്ഷേ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് വേണ്ടത്. വളരെ നല്ല റിട്ടേൺസ്, ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിഞ്ഞ 7 വർഷം വളരെ നന്നായി തന്നെ ഈ ബിസിനസ് മുന്നോട്ട് പോയി. ഒരുപാട് ചാലഞ്ചുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുകയാണ്, ഇതിൽ നല്ലൊരു മികച്ചൊരു ബിസിനസ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഞാൻ വളരെ അധികം തരത്തിലുള്ള ബിസിനസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, ക്രിപ്റ്റോ, അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ ബിസിനസ്സും ചെയ്ത ഒരു അനുഭവത്തിൽ പറയുന്നത്, ഈ ഒരു ബിസിനസ്സാണ് ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ABPQ എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള ബിസിനസ് ആണോ തിരഞ്ഞെടുത്തെന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് മാറി കിട്ടും. എന്റെ വാക്കുകൾ വിശ്വസിക്കും, ഇതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. ഈ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ വഴി ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരാം.
സ്ക്രീൻ ഷെയറിംഗ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് 2-3 ആളുകളെ മാത്രമേ എന്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ജീവിതം എങ്ങനെയായിരിക്കും? നമ്മൾ ജനിക്കുകയും നമ്മുടെ നെറ്റ്‌വെർത്തും നമ്മൾ കാണുകയാണ് ഇവിടെ. ഈ നീല വരയ്ക്ക് മുകളിലാണെങ്കിൽ പോസിറ്റീവ് ആണ്. അതിന്റെ താഴെയാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ജനിക്കുന്നു, പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ നെറ്റ്‌വർത്ത് പോസിറ്റീവ് ആണ്. അപ്പോൾ ജോലി കിട്ടിയതിന് ശേഷം നമ്മളൊരു കാർ ലോൺ എടുക്കുന്നു. സാധാരണ അതൊരു ലോണിലായിരിക്കും നമ്മൾ ആ കാർ വാങ്ങാൻ പോകുന്നത്. ആ കാർ വാങ്ങുമ്പോൾ നമുക്കൊരു ലയബിലിറ്റി വരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ നെറ്റ്‌വർത്ത് നെഗറ്റീവിലേക്ക് പോകുന്നു. ഒരു 10 ലക്ഷം രൂപ വിലയുന്ന ഒരു കാർ വാങ്ങിയാൽ നിങ്ങൾ വാങ്ങുന്നത് 10 ലക്ഷം രൂപയാണെങ്കിലും അത് വിൽക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കാറിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നെറ്റ്‌വർത്ത് എപ്പോഴും നെഗറ്റീവിലേക്ക് പോകുന്ന ഒരു കാർ വാങ്ങുമ്പോൾ തന്നെ കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ നമ്മളൊരു വീട് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നു. എത്ര കാലം നമ്മളൊരു വാടക വീട്ടിൽ താമസിക്കും? അപ്പോൾ തന്നെ നമ്മൾ മറ്റൊരു ലോൺ എടുത്ത് ഒരു വീടിന്റെ ഒരു ലോണും കൂടെ നമ്മൾ എടുത്തൊരു വീട് വാങ്ങുന്നു. ആ ഒരു ലോണിന്റെ ദൈർഘ്യം 15-20 വർഷമായിരിക്കും. അപ്പോൾ വീണ്ടും നമ്മുടെ നെറ്റ്‌വർത്ത് വീണ്ടും നെഗറ്റീവിലേക്ക് പോകുന്നു. അങ്ങനെ 15-20 വർഷത്തേക്ക് ഇഎംഐ അടയ്ക്കാൻ വേണ്ടി വീണ്ടും ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും കുറെ കാലം കഴിഞ്ഞ് ആ ലോൺ കഴിയുന്നു. പതുക്കെ നമ്മുടെ നെറ്റ്‌വർത്ത് പോസിറ്റീവിലേക്ക് പോകുന്നു. നമുക്ക് ഇൻക്രിമെന്റും പ്രൊമോഷനും ഒക്കെ കിട്ടി. അങ്ങനെ നമ്മുടെ നെറ്റ്‌വർത്ത് പതിയെ പോസിറ്റീവിലേക്ക് പോകുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ സമയമാകുന്നു. എഡ്യൂക്കേഷൻ ഒരിക്കലും ചീപ്പായിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പോൾ. അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വീണ്ടും നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നു. പേഴ്സണൽ ലോണോ ക്രെഡിറ്റ് കാർഡോ എഡ്യൂക്കേഷൻ ലോണോ ഒക്കെ എടുത്ത് നമ്മൾ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ നെറ്റ്‌വർത്ത് നെഗറ്റീവിലേക്ക് പോകുന്നു. ഒരു ശരാശരി ആയുസ് 60-65 വയസ്സ് ആണെന്നുണ്ടെങ്കിലും 80% നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മുടെ നെറ്റ്‌വർത്ത് എപ്പോഴും നെഗറ്റീവിൽ തന്നെ ആയിരിക്കും. ഇത് ഒരു ശരാശരി മനുഷ്യന്റെ ഒരു കണക്കെടുത്താൽ വളരെ കൂടുതൽ ആളുകളും ഇങ്ങനെ തന്നെയായിരിക്കും. ഇനി എന്താ സംഭവിക്കാന്ന് നമുക്ക് കാണാം. ഒരുപാട് ആളുകൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരാണ്. എന്തെങ്കിലും സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ വേണ്ടി വരുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ചില ഓപ്ഷൻസ് പരിശോധിക്കാം. ഒരു ട്രഡീഷണൽ ബിസിനസ് ഓപ്ഷൻ എ എന്ന് പറയാം. ഓപ്ഷൻ ബി ക്യൂനെറ്റ് ബിസിനസ് ആയിട്ടും കരുതാം. ഓപ്ഷൻ എയിൽ ഒരു മാസം 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കരുതുക. അതായത് ഒരു വർഷം 12 ലക്ഷം രൂപ. ഒരു ലക്ഷം മാസം ലാഭം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 5 ലക്ഷം ടേൺ ഓവർ ഒരു മാസത്തേക്ക് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. പ്രോഫിറ്റ് മാർജിൻ ഒരു 25% ആണെന്ന് കിട്ടിയാൽ പോലും നമ്മൾ ഒരു 5 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഒരു മാസം ചെയ്യണം. അതായത് ഒരു വർഷം 60 ലക്ഷത്തിന്റെ ടേൺ ഓവർ നമ്മൾ ബിസിനസ്സിൽ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ബിസിനസ് കണക്കാക്കുകയാണെങ്കിൽ മിനിമം ഒരു മാസം ഒരു സൈനപ്പിന്റെ കണക്ക് എന്നുള്ള രീതിയിലായിരിക്കണം ആ ഒരു ടേൺ ഓവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളമായിരിക്കും? 15-20 ലക്ഷം മിനിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ് തുടങ്ങാനെങ്കിലും സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ ഷോപ്പ് തുടങ്ങണമെങ്കിൽ പോലും ഒരു 18 ലക്ഷം രൂപയോളം ചെലവാക്കേണ്ടി വരും. ഒരു ദിവസത്തിന്റെ ഭൂരിഭാഗം സമയം അവിടെ ചെലവഴിച്ചാൽ പോലും 1 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. %100% റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ട്രഡീഷണൽ ബിസിനസ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? യാഥാർത്ഥ്യമായിട്ടുള്ള നമ്പറുകൾ നമുക്ക് പരിശോധിക്കാം. ഒരു ജോലിയോടൊപ്പം ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ആദ്യ ദിവസം മുതൽ തന്നെ നമുക്ക് ലാഭം കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ അങ്ങനെ സംഭവിക്കില്ല. ഒരു ട്രഡീഷണൽ ബിസിനസ് തുടങ്ങുമ്പോൾ ഒരാൾ ഒരിക്കലും ചോദിക്കില്ല 15-20 ലക്ഷം രൂപ ചെലവാക്കിയാൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടുമോ? എപ്പോൾ പ്രോഫിറ്റ് കിട്ടും? എന്റെ കസ്റ്റമർ വന്നില്ല എന്ത് ചെയ്യും? എന്നുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കില്ല. കാരണം ഇത്രയും പണം ചെലവാക്കി ഒരു ബിസിനസ് തുടങ്ങി നമ്മൾക്ക് ബിസിനസ് ഒരിക്കലും ക്വിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ബിസിനസ് തുടർന്നുകൊണ്ട് പോയേ മതിയാകും. ഇത് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമാണ്. ഇനി നമുക്ക് റൊട്ടേഷൻ എന്താണെന്ന് പരിശോധിക്കാം. ഇനി ഏതൊരു ബിസിനസിനും വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായിട്ട് വരും. ഒരു സൈക്കിൾ റൊട്ടേഷൻ
ചെയ്യാൻ ഒരു 5 ലക്ഷം ആണെങ്കിൽ ഒരു വർഷം 4 തവണ നമ്മൾ റൊട്ടേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് മാർക്കറ്റിൽ പണം സ്റ്റക്കായി പോകും. 1 മാസമോ 2 മാസമോ ചിലപ്പോൾ മാസങ്ങളോളം നമ്മളുടെ പണം മാർക്കറ്റിൽ സ്റ്റക്കാകാനുള്ള സാധ്യതയുണ്ട്. ഒരു വർഷം 4 റൊട്ടേഷൻ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ കരുതുക. ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ ട്രഡീഷണൽ ബിസിനസ് ബീഹാറിലാണ് തുടങ്ങിയത്. ഡൽഹിയിൽ അതേ ബിസിനസ് ഞാൻ തുടങ്ങിയത് നോയിഡയിലാണ്. ഞാൻ നോയിഡയിൽ ഒരു ഫാക്ടറി സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ എന്തൊക്കെയാണ് വേണ്ടി വരും ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ നമുക്ക് വേണ്ടത് ഒരു ഐഡിയ ആണ്. എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് വേണ്ടത്. ഞാൻ എന്റെ സുഹൃത്തും എപ്പോഴും സംസാരിക്കുമായിരുന്നു, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാം. ബീഹാറിൽ മാത്രമല്ല, ഡൽഹിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഏറ്റവും വലിയ ചാലഞ്ച് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല സ്ഥലങ്ങൾ അന്വേഷിച്ച് നടന്നു. പല ആളുകൾ പ്രൊജക്ട് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്ന പല ആൾക്കാരെ സമീപിച്ചു ബിസിനസ് ഐഡിയകൾ കിട്ടാൻ വേണ്ടിയിട്ട്. നോർത്ത് ഡൽഹിയിൽ ശ്രീറാം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെയും പ്രൊജക്ടുകൾ നമുക്ക് ലഭിക്കുന്നതാണെന്ന് അറിഞ്ഞ് അവിടെ പോയി ഞങ്ങൾ അവിടെയും സന്ദർശിച്ചു. കാരണം ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ഐഡിയ, ഒരു വിഷൻ ഉണ്ടായിരുന്നില്ല എന്ത് ബിസിനസ് ചെയ്യണമെന്ന്. ഞങ്ങൾ കരുതുമായിരുന്നു ഹിമാചലിൽ നിന്ന് ആപ്പിൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തല്ലോ, പക്ഷെ വിചാരിക്കും ആപ്പിൾ ഇവിടെ എത്തുമ്പോൾ കേടായി പോയാൽ എന്ത് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, വളരെ ബുദ്ധിമുട്ടാണ് ശരിയായ ഒരു ഐഡിയ കിട്ടണം എന്നുള്ളത്. ഇനി എന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പേപ്പർ ഫാക്ടറി നിർമ്മിച്ചെടുക്കുമ്പോൾ അവിടെ എനിക്ക് എന്റെ അച്ഛൻ ആ ബിസിനസ് ഓൾറെഡി ചെയ്തത് കൊണ്ട് തന്നെ എനിക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ആകെ ആ ബിസിനസിനെ പറ്റി മാത്രമേ ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചെന്നാൽ നമുക്ക് ആ ബിസിനസ് തന്നെ തുടങ്ങിയാലോ എന്ന് തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ പറയാണ്, ഒരു പുതിയ ഐഡിയ, ഒരു പുതിയ വിഷയം ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയാലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് ഐഡിയകൾ നമ്മൾ ചിന്തിക്കും, പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. രണ്ടാമത് വേണ്ടതാണ് ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ 15-20 ലക്ഷം രൂപ എന്നുള്ളത് ഒരു ക്യാപിറ്റൽ. പക്ഷെ ഞാൻ പറയുന്ന ഒരു ഡീസന്റ് ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരു 50-60 ലക്ഷം ക്യാപിറ്റൽ കണ്ടെത്താതെ ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കില്ല. ഇത് എവിടെ ചെലവാകുന്നത് പോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങിയാൽ നിങ്ങൾ ആലോചിക്കാത്ത പല പല ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു 30 ലക്ഷമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ചിലപ്പോൾ 50-60 ലക്ഷത്തിലേക്ക് തന്നെ ഉയരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തുടങ്ങിയതിന് ശേഷം ചിലവുകൾ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഇനി ഞാനിത് ചെയ്യുന്നില്ല. നിങ്ങൾ അധികമായി വേണ്ടി വരുന്ന തുക കണ്ടെത്തി തന്നെ ആകും. നിങ്ങളിൽ എത്ര പേർക്ക് ഇത്രത്തോളം വലിയൊരു തുക 30-40 ലക്ഷം രൂപ ക്യാപിറ്റൽ കണ്ടെത്തി ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കും? നിങ്ങളിൽ എത്ര പേർക്ക് അത് സാധിക്കും? നിങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപ ലോണായി എടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് എപ്പോഴും ഒരു ചിന്തയുണ്ട്, നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം. എപ്പോഴും നിങ്ങളുടെ ഓഫീസിലും നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിലും ഒക്കെ എപ്പോഴും ആൾക്കാർ ഇത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും സ്വന്തമായി ചെയ്യണം. എപ്പോൾ ചെയ്യണം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. എന്തൊക്കെ വേണം ബിസിനസ് ചെയ്യാൻ എന്ന് ചോദിച്ചാലും അതും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ വളരെ വലിയൊരു ക്യാപിറ്റൽ തന്നെ വേണ്ടി വരും. ഇനി ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഒരുപാട് രജിസ്ട്രേഷൻ പ്രോസസ്സിൽ കൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൽ നിങ്ങൾ ഒരുപാട് അപ്രൂവലുകൾ നേടിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ രജിസ്ട്രേഷൻ പ്രോസസ്സ് തന്നെ നിങ്ങൾ ഒരുപാട് നൂലാമാലകളിലൂടെ കടന്നു പോകേണ്ടി വരണം. എന്റെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വാറ്റ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വന്നു. ആ ഒരു വാറ്റ് രജിസ്ട്രേഷൻ ചെയ്തെടുക്കാൻ ഞാൻ കൈക്കൂലി മാത്രമേ 1 ലക്ഷം രൂപയോളം ചെലവാക്കേണ്ടി വന്നു. എല്ലാ ഡോക്യുമെന്റും ശരിയായി തന്നെ കൊടുത്താലും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനിയും പ്രോസസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് തന്നെ സ്വന്തമായ ഒരു ഫ്രസ്ട്രേഷൻ തുടങ്ങുന്ന സമയം ഉണ്ടാവും. അപ്പോൾ എല്ലാം ശരിയായ പേപ്പർ വർക്കുകളെല്ലാം ചെയ്താലും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടാൻ ഇത്രത്തോളം കാലതാമസം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് ഉണ്ടായി തുടങ്ങും. ഞാൻ പറഞ്ഞത് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിനെ കുറിച്ചാണ്. ഇനി ഒരു ഷോപ്പോ ഒരു ഷോറൂം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു GST രജിസ്ട്രേഷൻ, GST ലൈസൻസ് മുതലായ ഒരുപാട് രജിസ്ട്രേഷൻ പ്രോസസ് നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് പണച്ചെലവ് നിങ്ങൾ നേരിടേണ്ടി വരുന്നതുമാണ്. ഒന്ന്, നിങ്ങൾ ഫീസായി ഗവൺമെന്റിലേക്ക് കെട്ടേണ്ടതും, 2 നിങ്ങൾ കൈക്കൂലി കൊടുക്കേണ്ട പണവും.
ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. ഒരു ഓഫീസോ ഒരു സ്ഥലമോ അതിനായിട്ട് വേണ്ടി വരും. ഞാൻ എന്റെ ലൈസൻസിന് വേണ്ടി പോയപ്പോൾ അവർ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഓഫീസ് എവിടെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം എന്റെ ലൈസൻസ് എല്ലാം ലഭിച്ചതിന് ശേഷം ഞാൻ ഓഫീസ് എടുക്കാമെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തിന് ഞാൻ തുടങ്ങാത്തൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ വാടക കൊടുക്കണം? അപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ ആദ്യം ഓഫീസ് ശരിയാക്കിയിട്ട് വരും, അതിനുശേഷം ഞാൻ ലൈസൻസ് തരാം എന്നാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, 2 മാസത്തേക്ക് ഞാൻ ആരാണ് ഈ ഓഫീസിന് വാടക കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഈ ഓഫീസ് എടുത്താൽ മാത്രമേ ഈ ലൈസൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളും ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ഓഫീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്പേസോ നിങ്ങൾ എടുക്കേണ്ടി വരും. അവിടെ നിന്ന് ഒരു വരുമാനം ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് വാടകയായി പണം ചെലവഴിച്ചുകൊണ്ടേയിരിക്കണം. ഇനി അടിസ്ഥാനപരമായിട്ടുള്ള അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വേണം. ഓഫീസിലേക്ക് ഫർണിച്ചർ വേണം. ആ ഓഫീസിലേക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്യേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. നിങ്ങൾ അത് ഫർണിഷ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോന്നിനും 15,000 20,000 റുപ്പീസ് വെച്ച് നിങ്ങൾ ചിലവാക്കിക്കൊണ്ടേയിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി നിങ്ങൾ അത് എയർ കണ്ടീഷണർ മറ്റ് സൗകര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും 2-3 ലക്ഷം രൂപ വീണ്ടും അധികമായി ചെലവഴിക്കേണ്ടി വരും. ഞാൻ 6 മാസത്തോളം എന്റെ ഫാക്ടറിയിൽ ഒരു എയർ കണ്ടീഷണർ വെച്ചില്ല, കാരണം അത് താങ്ങാനുള്ള തുക എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഒരു 30,000 രൂപ AC വാങ്ങാനുള്ള പണം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി, എന്നാൽ ഒരു കുറച്ച് കാലത്തിന് ശേഷം മാത്രം ആ ഒരു AC എന്റെ ഓഫീസിൽ വെച്ചാൽ മതി ഞാൻ തീരുമാനിച്ചു. കാരണം എന്റെ മനസ്സിലുണ്ടായിരുന്നത് ശമ്പളം കൊടുക്കണം, അങ്ങനെ മറ്റു പല ചെലവുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ AC എന്നുള്ള ഒരു സൗകര്യം എനിക്ക് വെക്കാൻ സാധിക്കുന്നതല്ല. ഡൽഹിയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ കഠിനമായ സമ്മർ ടൈമാണ്. ചില സമയം ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ ഇത്രത്തോളം പഠിച്ചു, ഡിഗ്രികൾ നേടി, അതിനുശേഷം ഞാൻ നല്ലൊരു ഓഫീസിലിരുന്ന് ജോലി ചെയ്തതിന് പകരം ഞാൻ ഇവിടെയാണോ സ്ട്രഗിൾ ചെയ്യണോ എന്നാണ് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇവിടെ ഈ ഒരു ചെറിയ ഓഫീസിൽ ഇരിക്കുമ്പോൾ എനിക്ക് പുറമെ കാണിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം നന്നായി നടക്കുന്നു തന്നെ എനിക്ക് പറയേണ്ടി വന്നു. ഒരു ചെറിയ കാര്യം പോലും നിങ്ങളുടെ ഓഫീസിൽ ശരിയല്ലെങ്കിൽ നിങ്ങൾ അതിനെല്ലാം പരാതി പറയും. നിങ്ങളുടെ ബിസിനസ്സിൽ പോലും നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോടോ പരാതികൾ പറഞ്ഞു തുടങ്ങും, ഇത് ശരിയല്ല, അത് ശരിയല്ല എന്നുള്ള രീതിയിൽ. ഇനി നിങ്ങൾക്കൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ വേണ്ടതാണ്, നിങ്ങൾക്ക് ഒരു സ്കില്ലും എക്സ്പേർട്ടും ആയിട്ടുള്ള ആളുകളെയാണ് വേണ്ടത്. ഞാൻ ഫാക്ടറി ഉണ്ടാക്കുമ്പോൾ എന്റെ സുഹൃത്തിന് ഈ ബിസിനസിനെ പറ്റി യാതൊരുവിധ ഐഡിയയും ഇല്ലായിരുന്നു. അവൻ പറഞ്ഞു, നിന്റെ ഫാമിലി ബിസിനസ് ആണ്, നിന്റെ അച്ഛനോട് ചോദിക്കൂ ഇത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്ന എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഇതിൽ ഒരു എക്സ്പെർട്ടൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകും മുന്നോട്ട്? നിങ്ങൾക്ക് ആ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു എക്സ്പെർട്ടീസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് പണം നിങ്ങൾക്ക് നഷ്ടമായി പോകും ആ ഒരു ബിസിനസ്സിൽ. എന്റെ ഭാഗ്യത്തിന് ഞാൻ ചെയ്ത ബിസിനസ്സിൽ എനിക്ക് അതിനുള്ള എക്സ്പെർട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷെ പലർക്കും ഇല്ലാത്തത് ഇങ്ങനെ ഒരു എക്സ്പെർട്ടീസ് ആണ്. നിങ്ങളൊരു റെസ്റ്റോറന്റ് തുടങ്ങിയാൽ പോലും നിങ്ങളിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. അങ്ങനെ ഒരു എക്സ്പെർട്ടീസ് ഇല്ലാതെ പോയി ഒരു ബിസിനസ് തുടങ്ങിയാൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം നിങ്ങൾ ആ ഒരു ഹിറ്റ് ആൻഡ് ട്രയൽ രീതിയിൽ നിങ്ങൾ ബിസിനസ് കൊണ്ടുപോയാൽ മതിയാകും. അവിടെ ഒരുപാട് പണ നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് ബിസിനസ്സിലെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിൽ ആദ്യത്തെയാണ് ടാലന്റ് അക്വിസിഷൻ. ഞാൻ ഒരുപാട് ആൾക്കാരെ പ്രൊഡക്ഷൻ ലൈനിലേക്ക് ഞാൻ ഒരുപാട് ആൾക്കാരെ ജോലിക്ക് എടുക്കേണ്ടിയിരുന്നു. പിന്നെ കുറെ പേരെ സെയിൽസിന് വേണ്ടി ഞാൻ ഹയർ ചെയ്യേണ്ടിയിരുന്നു. ഞാൻ പ്രൊഡക്ഷൻ നേടിയാലും സെയിൽ ഇല്ലെങ്കിൽ ഞാൻ ഒന്നും പണം സമ്പാദിക്കാൻ കഴിയില്ല. ഞാൻ പലപ്പോഴും ഡൽഹിയിൽ നിന്ന് പുറമേ ഉള്ള സ്ഥലങ്ങളിൽ പോയി ഇന്റർവ്യൂകൾക്ക് വേണ്ടി മാത്രം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, മറ്റുള്ള ആൾക്കാരെ എന്റെ കമ്പനിയിലേക്ക് ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പലരും പറഞ്ഞു, പുതിയ കമ്പനിയാണ്, എനിക്ക് ഇവിടെ ജോലിക്ക് വരാൻ താല്പര്യമില്ല എന്നൊക്കെയുള്ള ആൾക്കാർ പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിയായ ടാലന്റ് ഉള്ള ആൾക്കാരെ ജോലിയിൽ കണ്ടെത്താൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നല്ല ടാലന്റ് ഇല്ലാതെ ആൾക്കാരില്ലാതെ ബിസിനസ് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇനി ജോലികൾ എടുത്താൽ തന്നെ അവരെ ജോലി നിലനിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നത്തെ മാർക്കറ്റിൽ വളരെയധികം കോമ്പറ്റീഷൻ ഉണ്ട്. നിങ്ങൾ നിൽക്കുന്ന മാർക്കറ്റിൽ വളരെ വലിയ കോർപ്പറേറ്റുകളുമുണ്ട്. അവിടെ തന്നെ നിങ്ങളുടെ കമ്പനി പലരും ആ കോർപ്പറേറ്റിലേക്കും ആളുകൾ ജോലി തേടി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക് എടുക്കുന്ന ആൾക്കാരെ ജോലിയിൽ നിലനിർത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എന്റെ ബിസിനസ്സിൽ തന്നെ എന്റെ കമ്പനിയിൽ തന്നെ ഞാൻ ജോലിക്കെടുത്ത പല ആൾക്കാരും വളരെ ക്രൂക്സ് ആയിരുന്നു. പല ആളുകൾക്കും അവര് സ്റ്റോക്ക് കൊടുത്തിട്ട് പണം വാങ്ങാതെ കമ്പനിയിൽ നിന്ന് ഓടിപ്പോയ ആളുകൾ വരെ ഉണ്ടായിരുന്നു എന്റെ കമ്പനിയിൽ.
എന്റെ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് അവിടെ മറ്റൊരാളെ ജോലിക്ക് വെച്ചേ മതിയാകും. ഇനി മറ്റൊന്നാണ് അക്കൗണ്ട് റിസീവബിൾസും പേയബിൾസും. റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ സാധനങ്ങൾ കൊടുത്ത ആളുകളിൽ നിന്ന് കിട്ടാനുള്ള പണം, അതാണ് അക്കൗണ്ട് റിസീവബിൾസ് എന്ന് പറയുന്നത്. ഞാൻ സാധനങ്ങൾ കൊടുത്ത വ്യക്തിയിൽ നിന്ന് പണം ലഭിക്കാനുള്ള പണം, അതിനെയാണ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത്. ഒരു റീറ്റെയിൽ ഷോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ക്യാഷിൽ മാക്സിമം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റെന്ത് ബിസിനസ്സിലും ക്യാഷിൽ ബിസിനസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു ബിസിനസ്സിലാണെങ്കിലും നിങ്ങളുടെ ക്ലയൻസിന് ഒരുപാട് ക്രെഡിറ്റിൽ നിങ്ങൾ സാധനങ്ങൾ കൊടുക്കേണ്ടി വരും. അത് 20 ദിവസം, 30 ദിവസമോ 45 ദിവസമോ നിങ്ങളുടെ ക്രെഡിറ്റ് ടേംസ് അനുസരിച്ച് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾ സാധനങ്ങൾ കൊടുക്കേണ്ടി വരും. ഇനി ഞാൻ സാധനങ്ങൾ വാങ്ങിയ ആളുകളുണ്ടാവും. ഞാൻ പലരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. അവർക്ക് ഞാൻ പണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അക്കൗണ്ട്സ് പേയബിൾസ്. എനിക്കും ഒരു സാധനങ്ങൾ ക്രെഡിറ്റിൽ ലഭിച്ചു. ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റിൽ സാധനങ്ങൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ എനിക്ക് എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ബിസിനസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്രെഡിറ്റിൽ സാധനങ്ങൾ കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു. എനിക്ക് കിട്ടിയ ക്രെഡിറ്റ് ടേംസ് 20 ദിവസത്തെ ക്രെഡിറ്റ് ടൈം ആയിരുന്നു. അതായത് സാധനങ്ങൾ ലഭിച്ച് 20 ദിവസത്തിനകം പണം കൊടുക്കണം. ആ ഒരു ക്രെഡിറ്റ് ടേംസ് തന്നെ ഞാൻ സാധനങ്ങൾ വിറ്റുകൊണ്ടിരുന്നത്. 15-20 ദിവസത്തിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ പണം എനിക്ക് ലഭിക്കണം എന്നുള്ള ക്രെഡിറ്റ് ടേംസ് ആണ് ഞാനും ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? നമ്മൾ സാധനങ്ങൾ ക്രെഡിറ്റിൽ കൊടുക്കുന്നു, പക്ഷെ പണം സമയത്തിന് ലഭിക്കുന്നില്ല. നമ്മൾ പണം ചോദിച്ചു ചെല്ലുമ്പോൾ ഇപ്പോൾ ഇല്ല, പിന്നീട് തരാം എന്നുള്ള കാര്യങ്ങൾ അവർ പറയും. മാർക്കറ്റ് വളരെ സ്ലോ ആണെന്ന് പറയും. ഇപ്പോൾ ബിസിനസ് ശരിയല്ല എന്നുള്ള പല കാരണങ്ങളാൽ അവർ പണം സമയത്തിന് തരാൻ മടിക്കും. സമയത്തിന് പണം ലഭിക്കുകയില്ല നമുക്ക്. ഓരോ കാരണങ്ങളാൽ അവർ പണം തരാനുള്ള, നമ്മൾ സാധനങ്ങൾ കൊടുത്ത നമ്മുടെ കസ്റ്റമേഴ്സ് പണം നമ്മൾക്ക് തരാനുള്ള സമയം നീട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. 20 ദിവസം കൊണ്ട് നമുക്ക് തിരികെ ലഭിക്കുമെന്ന് കരുതിയ പണം നമ്മൾക്ക് ചിലപ്പോൾ 30-60 ദിവസം ശേഷമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ നമ്മൾ സാധനങ്ങൾ വാങ്ങിയ ആളുകൾക്ക് നമുക്ക് പണം കൊടുത്തേ മതിയാകും. അപ്പോൾ ഈ റൊട്ടേഷൻ ശരിയായില്ലെങ്കിൽ, റൊട്ടേഷൻ ചെയ്ത് പണം നമ്മുടെ കയ്യിലേക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം കണ്ടെത്തി നമ്മൾ സാധനങ്ങൾ വാങ്ങിയ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ? ഞാനും എന്റെ കസ്റ്റമേഴ്സിനെ വിളിച്ച് ഞാൻ അവരെ ഒരുപാട് തവണ ഫോൺ ചെയ്ത് പറയും, എനിക്കും പണം എപ്പോൾ തരും, എനിക്ക് എന്റെ പേയ്മെന്റ് കൊടുക്കാനുണ്ട്, എനിക്ക് ശമ്പളം കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഞാൻ അവരോട് പറയുമ്പോൾ അവർ പറയും ഞാൻ അടുത്ത ആഴ്ച തരാം, അല്ലെങ്കിൽ പിന്നീട് തരാം. എനിക്ക് ഒരിക്കലും അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. കാര്യം ഞാൻ അങ്ങനെ സംസാരിച്ചാൽ ചിലപ്പോൾ അവർ എന്റെ പണം തരാതെ തന്നെ ഇരിക്കും. ഇനി കൂടുതൽ നിർബന്ധിച്ചാൽ അവർ പറയും, നിങ്ങൾ ഒരു കാര്യം വന്ന് നിങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് പൊക്കോളൂ എന്ന് തന്നെ പറയും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഏതൊരു ബിസിനസ്സിലും നമ്മൾ വിൽക്കുന്ന സാധനത്തിന്റെ സാധനം അനുസരിച്ച് അതിനൊരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടെ നമുക്ക് വരുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ അത് തിരികെ എടുക്കണമെന്ന് കരുതിയാൽ അതേ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വീണ്ടും നമുക്ക് ചിലവാകും. അതുകൊണ്ട് തന്നെ കൊടുത്ത സാധനം തിരികെ എടുത്തുകൊണ്ട് വരുന്നത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമല്ല. നമ്മൾ ആ 20 ദിവസത്തിന് പണം കിട്ടുമെന്ന് കരുതി നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ 20 ദിവസത്തിനുള്ളിൽ പണം കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഒരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയിലേക്ക് നമ്മൾ പോകും. ബാങ്കിൽ പോയിട്ട് ഒരു ഓവർ ഡ്രാഫ്റ്റ് തരുമോ എന്ന് നമ്മൾ, അല്ലെങ്കിൽ അത് തരപ്പെടുത്തി എടുക്കാൻ നമ്മൾ ശ്രമിക്കും. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയിൽ നമ്മൾ 1% ഇൻട്രസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടാനുള്ള ലാഭത്തിൽ നിന്നും 1% പ്രോഫിറ്റ് തന്നെയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന അക്കൗണ്ട് റിസീവബിൾ ആയിട്ടുള്ള പൈസ, അക്കൗണ്ട് റിസീവബിൾസ് എന്നുള്ളത് തന്നെ വളരെ ഒരു തലവേദന പിടിച്ച കാര്യമാണ് ബിസിനസ്സിൽ. ഇനി നമുക്ക് ഏതൊരു ട്രഡീഷണൽ ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഒരു മെന്ററിനെ ലഭിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങളൊരു ഷോപ്പോ ഒരു ഷോറൂമോ തുടങ്ങിയാൽ നിങ്ങളെ പോലെ തന്നെ മറ്റൊരു ഷോറൂം നടത്തുന്ന ഒരാൾ, അവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ പറ്റി അവർ എപ്പോഴും മാർക്കറ്റിൽ മോശം സംസാരിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അവർ നിങ്ങളുടെ സാധനങ്ങൾ കൊല്ലില്ല എന്ന് വരെ മാർക്കറ്റിൽ പറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ ശരിയായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരു ബിസിനസ് ശ്രമിച്ച് നന്നായി വന്നാൽ നന്നായി, അത് ഫെയിൽ ആയാൽ പോയി. അല്ല, നിങ്ങൾക്ക് അത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റമോ ഒരു മെന്ററോ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ കിട്ടാൻ സാധ്യതയില്ല.
എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങിയാൽ നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത പല ചെലവുകളും നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു. അടുത്ത കടമയാണ് ഹിറ്റ് ആൻഡ് ട്രയൽ. ഞാൻ ഈ ഫാക്ടറി തുടങ്ങിയപ്പോൾ എന്റെ അനുഭവം പറയാം. ഞാൻ വളരെ നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഞാൻ കരുതിയത് മാർക്കറ്റിൽ വളരെ നല്ല ഒരു രീതിയിൽ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടിരിക്കുക, ക്വാളിറ്റി ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പ്രൈസും അതോടൊപ്പം തന്നെ കൂടിക്കൊണ്ടേയിരിക്കും. പ്രൊഡക്ഷൻ ചെറിയ ചെറിയ തോതിൽ, വലിയ രീതിയിലാണ് പ്രൊഡക്ഷൻ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വലിയ തുക ചെലവാക്കി നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തി മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവർ പറയുന്നത്, ഈ ഒരു വിലയ്ക്ക് ഞങ്ങൾക്ക് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് വേണം എന്ന് പറയും. അങ്ങനെ ഡിസ്കൗണ്ട് കൊടുത്ത് ചില സമയത്ത് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ നഷ്ടത്തിൽ തന്നെ വിൽക്കേണ്ടി വരും. ചില സമയത്ത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് പ്രൈസിലും വില താഴ്ത്തി എനിക്ക് വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എനിക്ക് ആ ഒരു സ്റ്റോക്ക് സൂക്ഷിക്കാനുള്ള ഇൻവെന്ററി കോസ്റ്റ് വളരെയധികം കൂടുതലായിട്ട് തന്നെ അത് ആ സാധനങ്ങൾ ക്ലിയർ ചെയ്ത് വിടാൻ ഞാൻ നഷ്ടത്തിൽ തന്നെ എന്റെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം എപ്പോഴും പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വലിയ ക്വാണ്ടിറ്റിയിലാണ് നടക്കുന്നത്. ചെറിയ ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്ഷൻ നടത്താൻ ശ്രമിച്ചാൽ നമ്മൾക്ക് ചെലവ് വളരെയധികം കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ എപ്പോഴും വലിയ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് പോകാനും വിറ്റ് പോകാനുമുള്ള കാലതാമസം വന്നാൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. അടുത്തതാണ് ബ്രേക്ക് ഈവൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഫിക്സ്ഡ് എക്സ്പെൻസസ് തിരികെ ബിസിനസ്സിൽ നിന്ന് തിരിച്ചു വരുന്ന സമയം. അതിനാണ് ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത്. ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരു ബ്രേക്ക് ഈവൻ എത്താൻ 1-2 വർഷം വേണ്ടി വരും. നിങ്ങളുടെ ബിസിനസ് കൊണ്ടുപോകാനായിട്ടുള്ള ചെലവുകൾക്ക് നിങ്ങൾ പോക്കറ്റിൽ നിന്ന് പണം കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ലാഭത്തിലാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ ബിസിനസ്സിലെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ മാത്രമുള്ള വരുമാനം നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയായാലും 1-2 വർഷം വേണ്ടി വരും. ഇനി സ്കേലബിലിറ്റി, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് എത്രത്തോളം നമുക്ക് വളർച്ചയിലേക്ക് വലുതാക്കി എടുക്കാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഡൽഹിയിൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് നിങ്ങൾ കരുതുന്നുണ്ടോ 4000-5000 കിലോമീറ്റർ അപ്പുറമുള്ള ആളുകൾ നിങ്ങൾ അത്രയും യാത്ര ചെയ്തു വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും ആ സാധനങ്ങൾ വാങ്ങുമെന്നുള്ളത്? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. മിക്കപ്പോഴും സംഭവിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള മാർക്കറ്റിൽ നിന്നുള്ള ആളുകൾ മാത്രമായിരിക്കും ആ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്നത്. ഡൽഹിയിലാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ നിങ്ങളുടെ കൂടുതലും കസ്റ്റമേഴ്സ് ഡൽഹിയുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെയായിരിക്കും. ചില സമയത്ത് എനിക്കും ബിസിനസ് തുടങ്ങിയ സമയത്ത് ചില സമയത്ത് എനിക്ക് കേരളത്തിൽ നിന്നും മുംബൈയിൽ നിന്നും ഒക്കെ ഓർഡറുകൾ വരാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഓർഡറിന് കിട്ടുമ്പോൾ ഞാൻ എന്റെ പ്രൊഡക്റ്റിനോടൊപ്പം എന്റെ ട്രാൻസ്പോർട്ടേഷൻ ചേർക്കുമ്പോൾ വളരെ ഭീമമായ തുക അതിന് വേണ്ടി വരികയും ചെയ്യും, എനിക്ക് ലാഭം കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരു സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് വളരെ സാധ്യത കുറവുള്ള ഒരു കാര്യമാണ്. ഇവിടെ പല സിറ്റിയിലുള്ള ആളുകൾ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ ഒരുമിച്ചിരുന്ന ഈ ഒരു സെഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരിക്കലും നമ്മൾക്ക് ഇത്രത്തോളം വലിപ്പത്തിൽ പല സിറ്റികളിൽ ഒരേ സമയത്ത് ബിസിനസ് തുറക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അടുത്തതാണ് റിസ്ക്കും വേഴ്സസ് റിട്ടേൺ. നിങ്ങളെ ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരു 8-10% പ്രോഫിറ്റ് മാർജിൻ കിട്ടിയാൽ പോലും നിങ്ങൾ വളരെ നല്ലതാണെന്ന് നമുക്ക് കരുതാം. ഇന്ന് പല ട്രേഡ് നടക്കുന്നത് 1%, 1.25% മാർജിനിലാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു ബിസിനസ് ചെയ്യാനുള്ള നിങ്ങൾ എടുക്കുന്ന റിസ്ക് വളരെ വലുതാണ്. നിങ്ങൾ പലപ്പോഴും എന്റെ ബാലൻസ് ഷീറ്റ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാനുള്ള പണം എന്ന് പറയുമ്പോൾ 2 കോടി 2.5 കോടിക്ക് മുകളിലായിരിക്കും.
എനിക്ക് മാർക്കറ്റിൽ നിന്ന് 2 കോടി കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ സപ്ലയേഴ്സിന് കൊടുക്കേണ്ട പണവും അത്രത്തോളം തന്നെ ഉണ്ടാവും. ഒരു 3 കോടി മാർക്കറ്റിൽ നിന്ന് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിലും ഞാനും ഒരു 2 കോടിക്ക് മേലെ പണം എന്റെ സപ്ലയേഴ്സിന് കൊടുക്കേണ്ടതുണ്ടായിരിക്കും. ഇനി മാർക്കറ്റിൽ നിന്നും ആ പണം ലഭിച്ചില്ലെങ്കിലും എനിക്ക് അപ്പോഴും ഞാൻ കൊടുക്കേണ്ട ആളുകൾക്ക് പണം കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം എന്റെ ക്രെഡിബിലിറ്റിക്ക് ഒരിക്കലും കോട്ടം സംഭവിക്കരുത്. കാരണം ഒരിക്കൽ ആ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നിങ്ങളുടെ മാർക്കറ്റിലുള്ള ആളുകളിൽ ഒരാളെങ്കിലും നിങ്ങളെ വഞ്ചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളരെ മോശമായ രീതിയിൽ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റിസ്ക് ഏറ്റവും വളരെയധികം കുറച്ചുകൊണ്ട് വരേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഇപ്പോൾ ട്രഡീഷണൽ ബിസിനസ്സിൽ നിങ്ങൾ കിട്ടുന്ന റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ എടുക്കുന്ന റിസ്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആ റിട്ടേൺസ് ഒരിക്കലും വലുതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇനി ഏറ്റവും വലിയ ഒരു ചാലഞ്ചാണ് പേഴ്സൺ സെൻട്രിക് ആണ് ഏതൊരു ബിസിനസ്സും. നിങ്ങൾക്കൊരു ഫാക്ടറി ഉണ്ടെങ്കിലും അവിടെ തൊഴിലാളുണ്ടെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ആ ഫാക്ടറിയിൽ പോയാൽ തന്നെ ആ ബിസിനസ് നന്നായി നടക്കുകയുള്ളൂ. പലപ്പോഴും എന്റെ ട്രഡീഷണൽ ബിസിനസ് ഞാൻ നോക്കി നടക്കുന്ന സമയത്ത് ഒരു ഹോളിഡേക്ക് പോലും ഞാൻ ചിന്തിക്കുമായിരുന്നു ഞാൻ മാറിയിരിക്കുന്ന സമയത്ത് ഈ ബിസിനസ് എങ്ങനെയായിരിക്കും നടക്കുന്നത് എന്നൊക്കെ ഓർത്ത്. നിങ്ങൾ പോകുന്ന സമയത്തും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ടാവോ, എന്റെ സ്റ്റാഫ് സമയത്തിന് ജോലിക്ക് പോകുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കി നടത്തേണ്ടതുണ്ട്. അത് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് നമുക്ക് ഒരിക്കലും മാറി നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിരിക്കില്ല. കോർപ്പറേറ്റുകളിൽ അങ്ങനെയല്ല, ഒരു സിസ്റ്റം സെൻട്രിക് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ട്രഡീഷണൽ ബിസിനസ് എന്ത് നോക്കിയാലും മിക്കപ്പോഴും അതൊരു പേഴ്സൺ സെൻട്രിക് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു ദിവസം 10 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന വ്യക്തികളെയും അറിയാം. പക്ഷെ അവർക്ക് ഒരു മിനിറ്റ് പോലും ശ്വാസം വിടാനുള്ള സമയം പോലും അവർക്ക് ഉണ്ടാവുകയില്ല. കാരണം അവരുടെ ബിസിനസ് എപ്പോഴും ഒരു പേഴ്സൺ സെൻട്രിക് ആയിട്ട് ഉള്ളതാണ്. അവർക്ക് മറ്റു കാര്യങ്ങൾക്ക് ഒരിക്കലും സമയം കണ്ടെത്താൻ സാധിക്കുകയില്ല. അവർക്ക് ഒരിക്കലും ഒരു ഹോളിഡേക്ക് പോകാനും സാധിക്കുകയില്ല. അപ്പം ഏതൊരു ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിലും എപ്പോഴും ആരെങ്കിലും ഒരാൾ ആ ബിസിനസ് നോക്കി നടത്താൻ അവിടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. എനിക്കിത് എന്റെ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് എന്റെ ജീവിതകാലം മുഴുവൻ തന്നെ ബിസിനസിനും ജോലിക്കും വേണ്ടി സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ ഒരു ജോലിയോടൊപ്പം നിങ്ങൾക്കൊരു ട്രഡീഷണൽ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത്? ഒരു 10 മണി തൊട്ട് 6 മണി വരെ നിങ്ങൾ ജോലിയിൽ തുടർന്നിട്ട് അതിനുശേഷമുള്ള സമയം ഒരു ട്രഡീഷണൽ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? നിങ്ങൾ 7 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങണമെന്ന് കരുതിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് 9 മണിക്ക് ശേഷം മാത്രമായിരിക്കും പോകാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജോലി വിട്ടിട്ട് നിങ്ങൾക്ക് ഒരു ട്രഡീഷണൽ ബിസിനസിന്റെ പുറകെ പോകാനുള്ള സമയം കിട്ടത്തില്ല. കാരണം ഒരു ജോലിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി ഉപേക്ഷിക്കാനും സാധിക്കില്ല. നിങ്ങൾക്ക് ഇനി ഒരു ട്രഡീഷണൽ ബിസിനസ് തുടങ്ങിയ ശേഷം എപ്പോഴെങ്കിലും ആ ബിസിനസ്സിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് മാറി നിൽക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഞാൻ ട്രഡീഷണൽ ബിസിനസ് തുടങ്ങുമ്പോൾ എന്റെ ക്യാപിറ്റൽ ഞാൻ കരുതിയിരുന്നത് 50 ലക്ഷമായിരുന്നു. പക്ഷേ അത് പലപ്പോഴും അത് 1 കോടിക്ക് മുകളിലായി. ഞാൻ ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ എല്ലാ പണവും 1 കോടിയോ മേലെ ഉള്ള രൂപ ഞാൻ ലോൺ ആയിട്ടാണ് കണ്ടെത്തിയിരുന്നത്. നിങ്ങൾ കരുതുക 20 ലക്ഷം ചെലവാക്കി നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങി എന്ന് കരുതുക. നിങ്ങൾ ആ ഒരു ബിസിനസ് തുടങ്ങിയതിനു ശേഷം എപ്പോഴെങ്കിലും ആ ബിസിനസ് ക്വിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് ചിന്ത വരുമോ? 1-2 മാസം ബിസിനസ് മര്യാദയ്ക്ക് നടന്നില്ല എന്നുള്ള കാരണത്താൽ നിങ്ങൾ ആ ബിസിനസ് ഉപേക്ഷിക്കാൻ തയ്യാറാകുമോ? നിങ്ങൾ എപ്പോഴെങ്കിലും പറയും ഇതൊരു ഒരിക്കലും നടക്കാത്തൊരു ബിസിനസ് ആണെന്ന് നിങ്ങൾ പറയുമോ? നിങ്ങൾ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ 20-30 ലക്ഷം രൂപ ചെലവാക്കി ഒരു ബിസിനസ് തുടങ്ങിയാൽ ഒരിക്കലും ആ ബിസിനസ് ഉപേക്ഷിക്കാൻ നിങ്ങൾ ചിന്തിക്കില്ല. എല്ലാ മാസവും നിങ്ങൾ വാടക അടയ്ക്കേണ്ടി വരും, സാലറി കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള എല്ലാ ചെലവുകൾക്കും നിങ്ങൾ പണം കണ്ടെത്തുക തന്നെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ചെലവുകളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയും ടേൺ ഓവർ ഉണ്ടാക്കി കണ്ടെത്തിയേ മതിയാകും കമ്പനിക്ക് വേണ്ടിയിട്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാരണത്താലും ആ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ ലീവ് എടുക്കില്ല. നിങ്ങളുടെ ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബിസിനസ് തുറക്കാതെ വെക്കുമോ? നിങ്ങളുടെ ട്രഡീഷണൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും മാറി നിൽക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ ഷോപ്പോ ഓഫീസോ 10 മണി തൊട്ട് തുറന്ന് പ്രവർത്തിക്കേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് തുറക്കാതിരിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് ആഴ്ചയിൽ 6 ദിവസം ആ ഓഫീസ് തുറന്ന് വെക്കാതിരിക്കാൻ സാധിക്കുമോ? 1 or 2 ദിവസത്തിലധികം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ ഒരു ബിസിനസ് നിങ്ങൾക്ക് തുറക്കാതെ ഇരിക്കാൻ സാധിക്കുമോ? നിങ്ങൾ 2 ദിവസത്തിൽ കൂടുതൽ ആ ഓഫീസ് അല്ലെങ്കിൽ ആ കട തുറന്നില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ ആ ബിസിനസ്സിൽ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങും. അത് മാർക്കറ്റിൽ ആ ബിസിനസിനെ പറ്റി ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായി വരും. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനേ അല്ല. നിങ്ങൾ ട്രഡീഷണൽ ബിസിനസ് തുടങ്ങി അതിനുശേഷം ആ ബിസിനസ് ആര് മുന്നോട്ട് കൊണ്ടുപോകും? ട്രഡീഷണൽ ബിസിനസ്സിൽ അച്ഛൻ ഒരു 40 വർഷത്തോളം ബിസിനസ് കൊണ്ട് നടക്കും. അതിനുശേഷം മകനോ മകളോ ആ ബിസിനസ് വീണ്ടും ഏറ്റെടുക്കും. വീണ്ടും 40 വർഷം അതേ ബിസിനസ് തുടർന്നുകൊണ്ടുപോകും. ഇതിനുശേഷം ഈ ഒരു ബിസിനസ് തുടർന്ന് കൊണ്ടുപോകാൻ ആർക്കെങ്കിലും താല്പര്യമില്ലെങ്കിൽ ആ ബിസിനസ് അവിടെ തന്നെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാരണ്ടി ഉണ്ടോ നിങ്ങളുടെ ട്രഡീഷണൽ ബിസിനസ്സിൽ? ഞാൻ പലപ്പോഴും ബിസിനസ് പ്രസന്റേഷൻ കാണിക്കുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ആരെയും റെഫർ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്താ ഗ്യാരണ്ടി ഉള്ളത് ഈ ബിസിനസ് നടക്കുമെന്നുള്ളത്? ഈ ഒരു 3-4 വർഷം കൊണ്ട് എങ്ങനെ കോടികൾ 3-4 വർഷം കൊണ്ട് ഞാൻ എങ്ങനെ കോടികൾ ഉണ്ടാക്കുന്ന എന്ത് ഗ്യാരണ്ടി ഉള്ളത്? ഞാൻ അതുപോലെ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരു 20 ലക്ഷം രൂപ ചെലവാക്കി തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി തരുമോ? നിങ്ങൾ ഒരു 20 ലക്ഷം രൂപ ചെലവാക്കി ഒരു ബിസിനസ് തുടങ്ങി അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഗ്യാരണ്ടി ആയിട്ട് പണം തരും, ലാഭം തരുമെന്ന് നിങ്ങൾക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? നിങ്ങൾ നിങ്ങൾ ബാങ്കിൽ നിന്ന് പണം കടമെടുത്തെന്ന് കരുതുക. നിങ്ങൾ ബാങ്കിലേക്ക് ചെന്ന് പറയുമോ, ഞാൻ ഇത്രത്തോളം പണം പലിശയായി തരുന്നു, എന്റെ ബിസിനസ് നടക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എന്റെ ബിസിനസ്സിൽ നിന്നും പണം ലഭിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഇളവ് തരണോ നിങ്ങൾ ബാങ്കിൽ ചെന്ന് പറയുമോ? എന്ത് ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ ട്രഡീഷണൽ ബിസിനസ് ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾ ഗ്യാരണ്ടി വേണമെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ബാങ്കിൽ ഒരു FD ഫിക്സഡ് ഡിപ്പോസിറ്റിന് ശ്രമിക്കും. അവിടെ ഗ്യാരണ്ടി ആയിട്ട് ഒരു 6% നിങ്ങൾക്ക് ലാഭം ലഭിക്കും. ഇതാണ് ഒരു ട്രഡീഷണൽ ബിസിനസ്സിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളിൽ എത്ര പേർക്ക് ഒരു ജോലിയോടൊപ്പം ഒരു ട്രഡീഷണൽ ബിസിനസ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്? നിങ്ങളിൽ എത്ര പേര് ഈ ഒരു പെയിനിൽ കൂടെ കടന്നു പോകണം എന്ന് കരുതുന്നു? ഒരു 1 ലക്ഷം രൂപ മാസം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ട്രഡീഷണൽ ബിസിനസ് വഴി നിങ്ങളുടെ ജോലിയോടൊപ്പം. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഓഫീസുകളിൽ ചർച്ചകളിൽ പറയുന്ന പോലെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പലപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ അത്ര എളുപ്പമായിട്ട് ഈ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി ബിസിനസ് ചെയ്യണമെങ്കിൽ ഞാനൊരു ഓപ്ഷൻ ബി തരാം. അതാണ് QNet. ഒരു മാസം 1 ലക്ഷം രൂപ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാസം QNetൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ എത്ര ടേൺ ഓവർ കണ്ടെത്തേണ്ടി വരും? ഒരു ടേൺ ഓവറിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ വരുന്നില്ല നമ്മുടെ ബിസിനസ്സിൽ. എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ഒരിക്കലുമില്ല. കാരണം നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചിലവഴിച്ച പണത്തിന് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് ഹോളിഡേ പാക്കേജ് ആവാം, അല്ലെങ്കിൽ വാച്ച് ആവാം, ജ്വല്ലറി ആകാം. അത് നിങ്ങൾ ചിലവഴിച്ച പണത്തിന് അതേ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ സീറോ ആണ്. പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ബിസിനസ്സിൽ. പക്ഷെ അത് ശരിയല്ല. നിങ്ങൾ ആമസോണിൽ നിന്നും ഒരു TV വാങ്ങിയെന്ന് കരുതുക. ഒരു 2 ലക്ഷം രൂപ വരുന്ന ഒരു TV വാങ്ങിയെന്ന് കരുതുക. നിങ്ങൾ എപ്പോഴെങ്കിലും പറയോ ഞാൻ ആമസോണിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്നുള്ളത്? നിങ്ങൾ ആരെങ്കിലും പറയുമോ ഞാൻ ആമസോണിൽ നിന്നും 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് TV വാങ്ങിയെന്നോ, അല്ലെങ്കിൽ സാംസങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് TV വാങ്ങി നിങ്ങൾ പറയുമോ? പക്ഷെ ഇവിടെയുള്ള വ്യത്യാസം, നിങ്ങൾ 2 ലക്ഷമോ പണമോ ചെലവഴിച്ച് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പ്രൊഡക്റ്റ് മാത്രമല്ല ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കിട്ടുകയാണ്. ഇവിടെ പണം റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഒരിക്കലും ഉണ്ടാവുന്നില്ല. നിങ്ങൾ ഇവിടെ സൈനപ്പ് ചെയ്യുന്നു, അവിടെ നിങ്ങൾ ചെയ്ത ട്രാൻസാക്ഷൻ പർച്ചേസിന്റെ ഉള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് സമയങ്ങളിൽ തന്നെ കമ്പനിയിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ വർക്ക് ചെയ്യുന്നില്ല. ഇനി നിങ്ങളുടെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ്. നിങ്ങൾക്ക് സ്വന്തമായി ഗോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിങ്ങളുടെ ബിസിനസ് പ്രസന്റേഷനിലും ഇത് തന്നെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും. നിങ്ങളുടെ സീനിയർ പാർട്ണർ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ന്.
നിങ്ങൾ സീരിയസ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ബിസിനസ് അവസരം നിങ്ങൾക്ക് തരികയുള്ളൂ എന്നും ആ സീനിയർ പാർട്ണർ നിങ്ങളോട് പറയും. നിങ്ങൾക്ക് ഒരു സ്വന്തമായ ഒരു ഗോൾ ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ അവസരം തരാൻ ശ്രമിക്കുകയില്ല. ഈ ബിസിനസ്സിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോസ് ഇല്ല. ഇതിലെ ഏറ്റവും മോശം കാര്യം അത് തന്നെ, ഇവിടെ ഒരു ബോസ് ഇല്ല എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരേ ഒരു കാരണം ഈ ഒരു നിങ്ങളുടെ സ്വന്തം ഗോൾസ് മാത്രമാണ്. നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ജീവിതത്തിൽ ഗോൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് മറ്റൊരു ജോലി പോലെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തമായിട്ട് ഒരു ഗോൾ തീരുമാനിക്കാൻ. നിങ്ങൾ ഈ സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ മതി. എന്തൊക്കെയാണ് വേണ്ട? ഐഡിയ, ക്യാപിറ്റൽ, മറ്റു പലതും വേണം. പക്ഷേ ഇവിടെ ക്യൂനെറ്റ് ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ സ്വന്തം ഗോൾ മാത്രമാണ്. നിങ്ങളുടെ സ്വന്തം ഗോളുകൾ എഴുതിയെടുക്കാൻ ഒരുപാട് പണച്ചെലവുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഗോൾ ഇല്ലാതെ നിങ്ങൾ ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗോൾ പോസ്റ്റ് ഇല്ലാത്ത ഒരു ഗ്രൗണ്ടിൽ നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്നത് പോലെയാണ്. കാരണം നിങ്ങളൊരു റൊണാൾഡോ, മെസ്സി ആരായിക്കോട്ടെ, പക്ഷെ ഒരു ഗോൾ പോസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു കളി നിങ്ങൾ ഗ്രൗണ്ടിൽ കളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ക്യൂനെറ്റ് ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഗോൾ തന്നെയാണ്. രണ്ടാമത് വേണ്ടത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് അപ്പുറം ഒരു ചെലവും നിങ്ങൾക്ക് വരുന്നില്ല ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാനായിട്ട്. ആ വെബ്സൈറ്റിൽ കാണുന്ന MRP മാത്രമാണ് നിങ്ങൾ ചെലവഴിച്ചിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അതിൽ കൂടുതൽ പണം നിങ്ങൾ ചെലവഴിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങുകളെല്ലാം ഫ്രീ തന്നെയാണ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങി അത് മാത്രമാണ് നിങ്ങൾ ചെലവഴിച്ച പണം. പക്ഷേ നിങ്ങൾ ഒന്ന് നോക്കൂ, ട്രഡീഷണൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഗവൺമെന്റിലേക്ക് ഒരുപാട് ഫീസുകൾ അടയ്ക്കണം, രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം, അതിന് പുറമെ നിങ്ങൾ കൈക്കൂലി കൊടുക്കണം. ഇനി മൂന്നാമത് നിങ്ങൾക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്? ഒരു വൈഫൈ വേണം, ലാപ്ടോപ്പ് വേണം, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വേണം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട ഒരു ബിസിനസ് സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ. നിങ്ങളിൽ പലരും കൊറോണ സമയത്ത് ആണ് ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. കൊറോണയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ പല സിറ്റികളിലേക്കും ട്രാവൽ ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാം സൂമിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ വീട്ടിൽ വൈഫൈ ഉണ്ട്. എല്ലാവർക്കും വൈഫൈ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ മൊബൈൽ ഡേറ്റ ഉണ്ട്. എല്ലാവരുടെ വീടുകളിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും കയ്യിൽ ഒരു മൊബൈലും ഉള്ളതാണ്. ഇപ്പോൾ ലാപ്ടോപ്പും വൈഫൈയും മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് $1 മില്യൺ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. $1 മില്യൺ എന്ന് പറഞ്ഞാൽ 7-8 കോടി രൂപ വരും. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്? വൈഫൈ, ലാപ്ടോപ്പ്, പിന്നെ ഫോൺ. ഇതെല്ലാം ഉള്ള എത്ര പേരുണ്ടാവും ഇവിടെ? ഞാൻ കരുതുന്നു എല്ലാവരുടെയും വീടുകളിൽ ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടാവുമെന്ന് തന്നെയാണ്. ഇനി ബിസിനസ് റിയാലിറ്റി എന്തൊക്കെയാണ് ക്യൂനെറ്റിലേക്ക്? ഒരു ആഴ്ചയിൽ 10 മണിക്കൂർ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് മാറ്റി വെക്കേണ്ടി വരും. ഈ ട്രെയിനിങ് എന്നുള്ള സമയം മാറ്റി വെച്ചാൽ അതിന് പുറമെ നിങ്ങൾ വേണ്ടത് ഒരു 10 മണിക്കൂർ ഒരാഴ്ച മിനിമം നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരാഴ്ച ഒരു 7 മീറ്റിംഗിലെങ്കിലും അറേഞ്ച് ചെയ്യണമെന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഒരു 5 മീറ്റിംഗ് എങ്കിലും നമ്മൾ കരുതാം. 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു 5 മീറ്റിംഗിൽ നമ്മൾ അറേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയിൽ 10 മണിക്കൂർ. ഒരുപാട് ആളുകൾ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ അവർ മനസ്സിൽ കരുതുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഇതിനുള്ള സ്കില്ലില്ല, എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്കില്ലൊക്കെ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ട്രെയിനിങ്ങുകളുണ്ട്, സിസ്റ്റം ഉണ്ട്, VSL ഉണ്ട്. അതുപോലെ പല ട്രെയിനിങ് സെഷൻ വഴി നമുക്ക് ഈ സ്കില്ലുകൾ, ഈ ബിസിനസ്സിൽ വേണ്ട സ്കില്ലുകളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ 7 വർഷം മുമ്പ് ഒരു ട്രഡീഷണൽ ബിസിനസ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു ബിസിനസ്സിലേക്ക് പല സ്കില്ലുകളും വേണ്ടി വന്നു. അത് പക്ഷെ ഞാൻ പഠിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ യാതൊരു വിധത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് റിക്വയർമെന്റും ഇല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പൊസിഷൻ ഒന്നും മാറ്റർ അല്ല.
ഈ ഒരു ബിസിനസ്സിൽ ഒരു ചായ കച്ചവടക്കാരൻ പോലും ഇപ്പോ ഡോളർ മില്യണയർ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ക്യൂനെറ്റ്. നിങ്ങൾ പലരും വീക്കോണിൽ പോകുമ്പോൾ തുബൈ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ആള് തെരുവിൽ കോഫി സെല്ലർ ആയിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് 3 ഐലൻഡിന് കൂടുതൽ സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹവും ഇതുപോലെ ഈ ബിസിനസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്കില്ലും നേടിയെടുത്തതാണ്. ഇവിടെ കോളേജ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പലരും $1 മില്യൺ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബിസിനസ്സാണ്. നിങ്ങൾക്ക് ഇതുവരെ എന്തറിയാമോ അത് ഒരിക്കലും അത് പ്രാധാന്യമുള്ളതല്ല. നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത് അതാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അടുത്തതാണ് സപ്പോർട്ട് സിസ്റ്റം. നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ ആ ഒരു ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കിട്ടുന്നതാണ്. നിങ്ങൾക്കെല്ലാം വെൽക്കം ലഭിച്ചതല്ലേ? ആ ഒരു വെൽക്കത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യരുത് എന്നുള്ള എല്ലാ ഇൻഫർമേഷനും ആ ഒരു വെൽക്കം സെഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് പോയിന്റ് എ തൊട്ട് പോയിന്റ് ബി വരെ നിങ്ങൾ എത്താനായിട്ട് എന്തൊക്കെ വേണം അതെല്ലാം ഈ ഒരു വെൽക്കം സെഷനിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. അത് തന്നെയാണ് നിങ്ങൾക്ക് വെൽക്കത്തിൽ അതെല്ലാം പറഞ്ഞു തരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ER സെഷൻ കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ എന്നുള്ള സെഷൻ കിട്ടുന്നു. അതിനുശേഷം നിങ്ങൾ ABP അറ്റൻഡ് ചെയ്യുന്നു. അവിടെ നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ അവസരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് 21 ദിവസം ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതിനുശേഷം നിങ്ങളുടെ അപ്ലൈൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും നിങ്ങളുടെ അപ്ലയൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇതുപോലെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം മറ്റേ ഏതെങ്കിലും ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ഈ ഇങ്ങനെയുള്ള ട്രെയിനിങ് സെഷൻസിന് ഒരു തരത്തിലുള്ള പണച്ചെലവും നിങ്ങൾ നടത്തുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് നല്ല ട്രെയിനിങ്ങുകളാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മിസ്റ്റേക്കുകൾ വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു മോഡലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപ്ലൈൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല, ഞാൻ ഇത് ചെയ്താൽ ശരിയാകുമോ, ഞാൻ ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ. നിങ്ങൾ സംശയിക്കാതെ അപ്ലൈൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ബ്രേക്ക് ഈവൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒരു ബിസിനസ്സിൽ ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഓഫീസിന് വേണ്ടിയിട്ട് റെന്റ് കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ആർക്കും ശമ്പളം കൊടുക്കുന്നില്ല, നിങ്ങൾ കറണ്ട് ബില്ല് നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഓഫീസ് എക്സ്പെൻസസ് ഒന്നും നിങ്ങൾ പേ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ നിലനിൽക്കുന്നില്ല. ഇനി സ്കേലബിലിറ്റി, ഈ ബിസിനസ് എത്രത്തോളം വലുതാക്കി എടുക്കാം എന്നുള്ളത്. നിങ്ങൾ ഇന്ത്യയിൽ ഒരു ഗ്രാമത്തിലാണെങ്കിൽ പോലും ലോകത്ത് എവിടെ വേണമെങ്കിലും ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കൊരു വൈഫൈയും ഒരു ലാപ്ടോപ്പും ഒരു ഫോണും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ബിസിനസ് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ സഞ്ചരിക്കാത്ത പല സ്ഥലങ്ങളിൽ നിന്നും ഇതിന്റെ ബിസിനസ് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസിന്റെ സ്കെയിലബിലിറ്റി വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ട്രഡീഷണൽ ബിസിനസ്സിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റിയിലും അപ്ലൈന്റെ സഹായം ഉണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ നിങ്ങളുടെ കൂടെ ഒരു അപ്ലൈൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾ ഒരു നെയിം ലിസ്റ്റ് ഉണ്ടാക്കുമ്പോഴോ അത് ശരിയായിട്ടാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് അപ്ലൈൻ ഉണ്ടാവും. നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ നിങ്ങളുടെ അപ്ലൈൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്കൊരു പ്ലാൻ ഉള്ളപ്പോൾ നിങ്ങളുടെ പ്ലാൻ എടുത്തു തരുന്നതും ആ അപ്ലൈൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് അപ്ലൈൻ തന്നെയാണ്. അത് തന്നെയാണ് ഈ ഒരു ബിസിനസ് മോഡൽ. നിങ്ങൾ ട്രഡീഷണൽ ബിസിനസ്സിൽ ഇങ്ങനെ ഒരു മെന്ററോ ഒരു ഗൈഡ് ചെയ്യാനോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനോ ആരും ഉണ്ടായിരിക്കുന്നതായിരിക്കത്തില്ല. ഇത് ഒരിക്കലും ഒരു പേഴ്സൺ സെൻട്രിക് ആയിട്ടുള്ള ബിസിനസ് അല്ല, ഇതൊരു സിസ്റ്റം സെൻട്രിക് ബിസിനസ് ആണ്. ഞാൻ ഈ സെഷനിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒന്നും എന്റെ മനസ്സിലുള്ള കാര്യങ്ങളല്ല, ഇതെല്ലാം ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അല്ല മറ്റൊരു സ്പീക്കർ ആണെങ്കിലും ഈ ഒരു ABPK സെഷനിൽ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയായിരിക്കും. ചിലപ്പോൾ ഉദാഹരണങ്ങൾ മാറ്റമുണ്ടാകും, പക്ഷെ പറയുന്ന കണ്ടന്റ് എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. കാരണം ഇതെല്ലാം ഒരേ ഒരു സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. നമ്മുടെ ഏഞ്ചൽ സച്ചിൻ ബൈ നമുക്ക് തരുന്ന നമുക്ക് തന്ന വാല്യൂ സിസ്റ്റം അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രഡീഷണൽ ബിസിനസ്സിൽ ഇപ്പോൾ എത്ര വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന ബിസിനസ് ആയാലും ഏതെങ്കിലും ഒരു തലമുറ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന് കരുതി കഴിഞ്ഞാൽ ആ ബിസിനസ് അവിടെ അവസാനിക്കുകയാണ്.
ഇത് ശരിക്കും ഒരു റിയൽ വേൾഡ് ബിസിനസ് സ്കൂൾ തന്നെയാണ്. കാരണം യഥാർത്ഥത്തിൽ ആളുകൾ ഒരുപാട് 30-40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് MBA ഡിഗ്രികളും മറ്റും നേടുന്നത്. പല നോളജ് ബിസിനസിനെ പറ്റിയുള്ള പല നോളജുകൾ നേടിയെടുക്കാൻ ഒരുപാട് വലിയ പണച്ചെലവ് നടത്തിയിട്ടാണ് ആളുകൾ കണ്ടെത്തുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ ചെലവഴിക്കുന്ന പണത്തിന് നിങ്ങൾക്ക് അതിനോട് വിലയുള്ള പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന നോളജ് ഇവിടെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പണവും ചെലവഴിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. നിങ്ങൾ സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തെന്ന് സ്ഥാപിച്ചെടുത്തു എന്ന് തന്നെ കരുതുക. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആ സിസ്റ്റത്തിന് ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ശരിയായ വാല്യൂലും ശരിയായ കൾച്ചറിലുമാണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ വളർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ആ ഓർഗനൈസേഷൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിജയദ ഈ ഒരു ബിസിനസ് 3.5-4 വർഷം കൊണ്ട് തന്നെ റിട്ടയർമെന്റ് എടുത്ത ഒരു വ്യക്തിയാണ്. 2020 ലോക്ക്ഡൌൺ വന്നപ്പോഴാണ് അദ്ദേഹം തിരികെ വന്നത്. 6 വർഷത്തോളം അദ്ദേഹം ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിരുന്നില്ല. പക്ഷേ ഈ ബിസിനസ് നന്നായി തന്നെ പോയിക്കൊണ്ടിരുന്നു പല രാജ്യങ്ങളിൽ നിന്നും. അദ്ദേഹം പണവും സമ്പാദിച്ചുകൊണ്ടിരുന്നു, മാക്സ് ഔട്ടും ആയിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു അവസരം വേറെ ഏതൊരു ബിസിനസ്സിലാണ് നിങ്ങൾക്ക് ലഭിക്കുക? ഇങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല മറ്റൊരു ബിസിനസ്സിൽ. ഇവിടെ എന്താണ് ഈ ബിസിനസ്സിൽ എന്താണ് റിസ്ക്? ഇവിടെ ഫിനാൻഷ്യൽ റിസ്ക് ഒന്നുമില്ല, ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നും ഇല്ല. ഇവിടെ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഏറ്റവും വലിയ റിസ്ക്. ഇവിടെ റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4-5 കോടി നേടിയെടുക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അത് തന്നെയാണ് ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ റിസ്ക്. ഈ ഒരു ബിസിനസ് നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് നിങ്ങൾ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ നിങ്ങൾ ഒരു കോംപ്രമൈസ്ഡ് ലൈഫിലൂടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്, പഴയതുപോലെ തന്നെ. എന്നാൽ ഈ ഒരു ബിസിനസ് നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് നിങ്ങൾ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പണത്തിന്റെയോ അല്ലെങ്കിൽ സൗകര്യത്തിന്റെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടേണ്ടി വരില്ല. നിങ്ങൾ ബിസിനസ് ചെയ്യാതിരിക്കലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റിസ്ക്. അത് തന്നെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയൂ, ഒരു ട്രഡീഷണൽ ബിസിനസ് ആണോ ക്യൂനെറ്റ് ബിസിനസ് ആണോ നല്ലതെന്നുള്ളത്? ഒരു 5 വയസ്സുള്ള കുട്ടി പോലും പറയും ഓപ്ഷൻ ബി, അതായത് ക്യൂനെറ്റ് ബിസിനസ് ആണ് നല്ലതെന്നുള്ളത്. നമുക്ക് ട്രഡീഷണൽ ബിസിനസ്സും ക്യൂനെറ്റ് ബിസിനസ്സുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. 10% മാർജിനിൽ നമ്മളൊരു 30-40 കോടിയുടെ ഒരു ടേൺ ഓവർ ഉണ്ടാക്കിയാൽ മാത്രമേ 4 കോടിയോളം പ്രോഫിറ്റ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു 40 കോടി ടേൺ ഓവർ നമ്മൾ ചെയ്യണമെങ്കിൽ എത്ര ആയിരിക്കും നമ്മുടെ ക്യാപിറ്റൽ എത്രത്തോളം ആയിരിക്കും? നമുക്ക് 20 ലക്ഷം രൂപയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് 40 കോടിയുടെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇനീഷ്യൽ ക്യാപിറ്റലിന് പുറമെ നിങ്ങൾക്ക് ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ കോസ്റ്റ് നിങ്ങൾക്ക് ഒരു ട്രഡീഷണൽ ബിസിനസ് നേരിടേണ്ടി വരും. അതും കോടികളോളം ചെലവഴിക്കേണ്ടി വരും. അതൊരു 8-10 കോടി സ്പെയർ ആയിട്ട് നിങ്ങൾ ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ കോസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടെത്തേണ്ടി വരും. ഒരു 8-10 കോടി നിങ്ങൾ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ ക്യാപിറ്റലായി കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഒരു 80 കോടിയുടെ ടേൺ ഓവർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ എല്ലാം വളരെ ശരിയായിട്ട് ഒരു 5-6 വർഷം ഒരു പ്രശ്നങ്ങളില്ലാതെ ട്രഡീഷണൽ ബിസിനസ് കടന്നു പോയാൽ നിങ്ങൾക്ക് 4-5 കോടി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു കോളിലുള്ള എത്ര പേരുണ്ടാവും ഒരു 5 കോടിയൊക്കെ ചെലവഴിച്ച ഒരു ബിസിനസ് ട്രഡീഷണൽ രീതിയിൽ തുടങ്ങിയെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ? പക്ഷെ ഇവിടെ 5 കോടി ഉണ്ടാക്കേണ്ട ബിസിനസ് 5 ലക്ഷം രൂപ ചെലവാക്കിയപ്പോൾ കിട്ടി. അത് തന്നെയാണ് പറയുന്നത്, നമുക്ക് ചെറിയ വിലയ്ക്ക് എന്തെങ്കിലും കിട്ടിയാലും നമുക്ക് ഒരിക്കലും അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. പക്ഷെ ഒരു കുട്ടിക്ക് അത് എപ്പോഴും മനസ്സിലാവും. ഇനി ചിലർ പറയും ഇനി ട്രഡീഷണൽ ബിസിനസ് മാറ്റി, എനിക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ട്, എനിക്ക് നല്ലൊരു കോർപ്പറേറ്റ് ജോലിയുണ്ട്, ഞാനൊരു VP ആണ്, ഞാനൊരു CFO ആണ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിടേണ്ടി വരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ജോലിയും ഒരു പ്രൊഫഷനും നമ്മുടെ ക്യൂനെറ്റ് ബിസിനസ്സും ഒന്നും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം.
നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം തന്നെ വേണ്ടി വരും. ഒരു 18 വർഷത്തോളമെങ്കിലും നിങ്ങൾ വിദ്യാഭ്യാസം നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷനിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇന്നൊരു ഗ്രാജുവേറ്റിനെ കൊണ്ട് മാത്രം ഒരു ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. MBA, MBA, CA പോലുള്ള ഉയർന്ന ഡിഗ്രികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറോ എഞ്ചിനീയറോ ആയിരിക്കണം. ഇതിനൊക്കെ ഈ ഒരു പഠനം പൂർത്തിയാക്കി നിങ്ങൾക്ക് ഒരു 60-70 ലക്ഷം രൂപയെങ്കിലും ചെലവഴിക്കേണ്ടി വരും. 60-70 ലക്ഷം കൊണ്ട് ഒരിക്കലും ഒരു ഡോക്ടർ ആവാൻ സാധിക്കില്ല. ഇന്നൊരു MBBS എടുക്കാൻ നിങ്ങൾ 70-80 ലക്ഷം രൂപ ചെലവ് വരും. ഒരു MD നേടിയെടുക്കണമെങ്കിൽ ഇന്ന് 1-2 കോടി ചെലവഴിക്കേണ്ടി വരും. ഒരു നല്ല കോളേജിൽ നിങ്ങൾക്ക് പഠിച്ച് ഒരു ഡോക്ടറായി മാറണമെങ്കിൽ. ഇത് ഫീസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇനി മറ്റുള്ള ചെലവിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഒരു 5-6 കോടി ചെലവഴിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു ഡോക്ടർ, ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഡോക്ടറായി മാറാൻ കഴിയില്ലെന്ന്. ജോലിയിൽ ഒരു വർഷം ഒരു 12 ലക്ഷം രൂപ, അതാണ് ഒരു ശരാശരി ഒരു ജോലിയുടെ പാക്കേജ്. നിങ്ങളിൽ എത്ര പേർക്കുണ്ടാവും ആദ്യത്തെ ജോലി തന്നെ ഒരു വർഷം 12 ലക്ഷം രൂപ ശമ്പളം ലഭിച്ചത്? പലരും ഇപ്പോഴും 12 ലക്ഷം ശമ്പളത്തിൽ എത്തിയിട്ടുണ്ടാവില്ല. 10 വർഷത്തോളം നിങ്ങൾ ജോലി ചെയ്തിട്ടും ഉണ്ടാകും. ഒരു ശരാശരിയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. ഭൂരിഭാഗം ആളുകളിലും ആദ്യത്തെ ശമ്പളം ഒരു 12 ലക്ഷം ഒരു വർഷത്തേക്ക് കിട്ടിയ ആളുകൾ കുറവായിരിക്കും. ഒരു ലക്ഷം രൂപ നിങ്ങൾ കയ്യിൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ CTC അതിൽ കൂടുതലായിരിക്കണം. 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ശമ്പളം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ CTC ഒരു 18 ലക്ഷത്തോളമെങ്കിലും ആയിരിക്കണം ഒരു വർഷത്തിൽ. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് നോക്കാം. ഒരു വർഷം 1 ലക്ഷം രൂപ ശമ്പളം വെച്ചിട്ട് നമ്മൾ നോക്കാം. അത് ശമ്പളം മുഴുവൻ കയ്യിൽ കിട്ടില്ല. ഒരു 70,000 രൂപയോളം മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. കാരണം PF മറ്റു ഡിഡക്ഷനും എല്ലാം ഉണ്ടാവും, ടാക്സസ് ഉണ്ടാവും. അതെല്ലാം ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് 70,000 രൂപ നമ്മുടെ കയ്യിൽ ലഭിക്കും. ഒരു 70,000 ശമ്പളമുള്ള ജോലിയിലാവുമ്പോൾ നിങ്ങൾ ഒരു കാർ സ്വന്തമാക്കും. നിങ്ങൾ ഒരിക്കലും ഒരു ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കില്ല. 12 ലക്ഷം ശമ്പളം ഉള്ളപ്പോൾ നിങ്ങൾ ഒരു കാറിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കും. നിങ്ങൾ ഒരു കാർ വാങ്ങിയാലും, അതിന് ഒരു ചെറിയ കാർ വാങ്ങിയാലും, ഒരു സ്വിഫ്റ്റ് വാങ്ങിയാലും ഒരു 7-8 ലക്ഷം രൂപ ചെലവഴിക്കേണ്ടി വരും ഒരു കാർ വാങ്ങാനായിട്ട്. അതൊരു ലോണിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾ ആ കാർ വാങ്ങിയാലും ഒരു മാസം 10,000 രൂപ നിങ്ങൾ EMI ആയിട്ട് കെട്ടേണ്ടി വരും. അടുത്തത് ഒരു വീടിന്റെ EMI. അതല്ലെങ്കിൽ EMI അല്ലെങ്കിൽ നിങ്ങൾ വാടക ഇനത്തിൽ ആ ഒരു പണം നിങ്ങൾ ചെലവഴിക്കും. ഒരു 30 ലക്ഷം 40 ലക്ഷം വില വരുന്ന ഒരു വീട് നമ്മൾ EMI എടുത്താൽ പോലും ഒരു മാസം 25,000 രൂപയോളം നിങ്ങൾക്ക് EMI ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് വരും. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ 25,000 രൂപയ്ക്ക് ഒരു വാടകയ്ക്ക് ഒരു വീട് അന്വേഷിച്ച് നിങ്ങൾക്ക് ഒരിക്കലും അത് ലഭിക്കുകയില്ല. നിങ്ങൾക്കൊരു റൂം പോലും കിട്ടാൻ സാധ്യതയില്ല 25,000 രൂപയ്ക്ക്. വീട്ടു ചെലവുകൾക്കായിട്ട് നിങ്ങൾക്ക് ഒരു മാസം മിനിമം ഒരു 15,000 രൂപ നിങ്ങൾക്ക് ചെലവാക്കേണ്ടി വരും. അടുത്ത നിങ്ങളുടെ റിക്രിയേഷൻ ആണ്. നിങ്ങൾ എല്ലാ ദിവസവും ജോലി ചെയ്തുകൊണ്ടിരിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ റിക്രിയേഷന് വേണ്ടിയിട്ടും കുറെ സമയം മാറ്റി വെക്കും. നിങ്ങൾ സിനിമയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിന്നറിനോ പാർട്ടിക്കോ ഒക്കെ നിങ്ങൾ മാസത്തിൽ പണം ചെലവഴിക്കുന്നതായിരിക്കും. നാല് പേരുള്ള ഒരു ഫാമിലി നമ്മൾ നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയാലും ഒരു 3,000-4,000 രൂപ നമുക്ക് ചിലവാകും ഒരു സമയം. ഇന്നൊരു സിനിമയ്ക്ക് പോയാൽ പോലും നിങ്ങൾ ടിക്കറ്റ്, പോപ്കോൺ എന്നൊക്കെ പറഞ്ഞ് തന്നെ ഒരു 1,000 രൂപയെങ്കിലും നിങ്ങൾക്ക് ചിലവാകും. അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ ഒരു 10,000 രൂപ എല്ലാ തരത്തിലുള്ള റിക്രിയേഷനും നിങ്ങൾ ചെലവാക്കും. ഇനി അല്ലാതുള്ള ചിലവുകൾ ഒരു 5,000 നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരും. അല്ലാതുള്ള ചിലവുകൾ ഒരു 5,000 രൂപയോളം നിങ്ങൾക്ക് മാസം ചെലവാക്കേണ്ടി വരും. ഇപ്പൊ തന്നെ നിങ്ങളുടെ ചെലവ് നോക്കിയാൽ ഒരു 65,000 60,000 രൂപ ചെലവായി കഴിയും. ഇനി നിങ്ങളുടെ സേവിംഗ് ആയിട്ട് എന്താ ഉള്ളത്? ഒന്നും തന്നെ ഇല്ല. ഇത് ഹാൻഡ് ടു മൗത്ത് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ ഇന്ന് പലപ്പോഴും പ്രോസ്പെരിറ്റി ചോദിക്കും, 5 ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് തുടങ്ങാൻ നിങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രോസ്പെക്ട് പറയും എനിക്ക് ഒരിക്കലും സാധിക്കില്ല ഈ ഒരു തുക.
കാരണം എന്റെ സിറ്റുവേഷൻ ഹാൻഡ് ടു മൗത്ത് ആണ്. എനിക്ക് സേവിംഗ് ആയിട്ട് ഒന്നുമില്ല. നിങ്ങളുടെ ഇൻകം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ചെലവുകൾ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾ ഈ 15 വർഷം ജോലി ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് ആലോചിക്കൂ. നിങ്ങൾ 70,000 രൂപ നിങ്ങൾ ശമ്പളം എടുക്കുമ്പോൾ നിങ്ങളുടെ സേവിംഗ് ആയിട്ട് നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടായിരുന്നു? ഒരു 5,000 6,000 രൂപ. ഇപ്പോൾ നിങ്ങൾ 2 ലക്ഷം ശമ്പളം എടുക്കുമ്പോൾ നിങ്ങളുടെ സേവിംഗ് എത്ര ഉണ്ടെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതും ഒരു 5,000 6,000 രൂപ മാത്രമായിരിക്കും ഇപ്പോഴും. എല്ലാവർക്കും പറയുന്നത് ഇത് തന്നെയായിരിക്കും. ചെലവ് അത് ഹാൻഡ് ടു മൗത്ത് ആയിട്ട് തന്നെയാണ് ശമ്പളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് സേവിങ്ങുകൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്കൊന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ചെലവുകൾ പോകുന്നത് കാരണം. നിങ്ങളൊരു വീട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഓരോ മാസം ഓരോ വർഷവും ഒരുപാട് വലിയ തുകകൾ അതിന്റെ മെയിൻ്റെനൻസിനും മറ്റുമായിട്ട് ചിലവായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കില്ല. അതൊരു ലയബിലിറ്റി തന്നെയായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ യാതൊന്നും ഉണ്ടായിരിക്കില്ല. ഇനി ജോലിയിലെ റിയാലിറ്റി നമുക്ക് നോക്കാം. ജോലിയിൽ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി ഉണ്ടോ? ഇന്ന് ഡിഗ്രി നേടിയിട്ടുള്ള എത്രയോ ആളുകൾ ഒരു ജോലി കണ്ടെത്താൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്നു. HP എന്ന് പറയുന്ന കമ്പനിയിൽ കൺട്രി ഹെഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു. 9 മാസത്തോളം അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടാൻ സാധിക്കാതെ വീട്ടിലിരിക്കേണ്ടി വന്നു. 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കൂടി. പലരും ചിന്തിക്കുന്നുണ്ടാവും ഇത് എനിക്ക് സംഭവിക്കില്ല, കാര്യം എനിക്ക് നല്ല സ്കില്ലുണ്ട്, എനിക്കൊരു ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരിക്കലും ഇത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. കാരണം നിങ്ങൾക്ക് ഒരിക്കൽ ജോലി നഷ്ടപ്പെട്ടാൽ അടുത്തൊരു ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനൊരു ഗ്യാരണ്ടിയും ഇല്ല. എന്റെ സുഹൃത്ത് ഒരു കൺട്രി ഹെഡ് ആയിരുന്നു HP-യുടെ. 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 40 ലക്ഷം 50 ലക്ഷം വർഷത്തിൽ ശമ്പളം ഉണ്ടായിരുന്നത് അവിടെ നിന്നും അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരിക്കലും എനിക്ക് 12 ലക്ഷത്തിന്റെ ഒരു ജോലിയിലേക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾ വിദ്യാഭ്യാസത്തിന് ചെലവാക്കുന്ന പണം തിരികെ ലഭിക്കാൻ സാധിക്കും. ഈ ഒരു പണം നിങ്ങൾ തിരിച്ചു നേടാൻ എത്ര സമയം വേണ്ടി വരും? ഒരു MBA-ക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന 30-40 ലക്ഷം രൂപ തിരിച്ച് നേടിയെടുക്കാൻ എത്ര സമയം വേണ്ടി വരും? നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്. CA പഠിക്കാൻ വളരെ ചെലവ് കുറവാണ്. എന്നാലും ബാക്കി എന്തൊരു കോഴ്സ് ആണെങ്കിലും ഒരുപാട് പണച്ചെലവുള്ളതാണ്. നിങ്ങൾ പലരും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി മാത്രം 5-10 വർഷം ജോലി ചെയ്യേണ്ടി വരും. ഇനി ഒരു മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ഒരാളാണെങ്കിൽ ഒരുപാട് നാൾ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും. ഇന്ന് പല ഡോക്ടർമാരും കോൺട്രാക്ടർമാരെ പോലെയാണ് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നത്. കാരണം ഇത്ര ടേൺ ഓവർ കൊണ്ടുവന്നാൽ മാത്രമേ എനിക്കും ഞാൻ ചെലവഴിച്ച പണം തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പല ഡോക്ടർമാരും കോൺട്രാക്ടർമാരെ പോലെയാണ് പണിയെടുക്കുന്നത്. ഇനി നിങ്ങളുടെ ജോലി സമയവും നിങ്ങളുടെ ജീവിത സമയവും തമ്മിൽ എന്തെങ്കിലും ഒരു ബാലൻസ് ഉണ്ടോ? കോവിഡ് സമയത്ത് ഞാൻ കണ്ടു പല കമ്പനികളും കൂടുതൽ സമയം ആളുകളെ ജോലി എടുപ്പിക്കുന്നത്. കാരണം നിങ്ങൾ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. നിങ്ങൾ വർക്ക് ഫ്രം ഹോം ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരിക്കലും ഒരു വർക്കിംഗ് അവേഴ്സ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പലരും 8 മണിക്ക് ജോലിക്ക് പ്രവേശിച്ചിട്ട് രാത്രി 10 മണി വരെ അവർ ജോലിയിൽ തുടർന്നുകൊണ്ടിരുന്നു ലോക്ക്ഡൌൺ സമയത്ത്. ജോലിയിൽ എപ്പോഴും അല്ലെങ്കിൽ പ്രൊഫഷനിൽ എപ്പോഴും ഒരു നെഗറ്റീവ് മോട്ടിവേഷൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. നിങ്ങൾ ഒരുപാട് ദിവസം ലീവ് എടുത്താൽ നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഞാൻ പറഞ്ഞ എന്റെ സുഹൃത്ത് കൺട്രി ഹെഡ് ആയിട്ടുള്ള ആ ഒരു സുഹൃത്ത് 7 ദിവസം ജോലി ചെയ്യേണ്ടി വന്നു ഒരാഴ്ചയിൽ. അദ്ദേഹം ഇത് ഒരു ജോലി ഭാരം കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ
അദ്ദേഹത്തിന്റെ മാനേജർ അദ്ദേഹത്തോട് പറഞ്ഞത് എങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞത്. ജോലിയിൽ എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പേടിയാണ്, പേടിപ്പെടുത്തുന്ന ഒരു തരം മോട്ടിവേഷനാണ്. അതായത് നിങ്ങൾ ജോലിയിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജോലി മറ്റൊരാൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിൽ നിന്ന് നിങ്ങളെ പറഞ്ഞു വിടുന്നതായിരിക്കും നിങ്ങൾ ജോലിയിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പൊളിറ്റിക്സും എല്ലാം ഉള്ളതാണ് ഒരു പ്രൊഫഷണൽ എൻവയോൺമെന്റിൽ. നിങ്ങളുടെ ജോലിയിൽ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നെഗറ്റീവ് മോട്ടിവേഷൻ മാത്രമായിരിക്കും. ഇനി നിങ്ങളുടെ ജോലിയിലുള്ള നിങ്ങളുടെ ഗ്രോത്ത്, അവിടെ എപ്പോഴും നിങ്ങൾക്ക് ഗ്ലാസ് സീലിംഗ് ഉണ്ടാവും. ഇവിടെ പലരും ഉണ്ട് കോർപ്പറേറ്റിൽ 15 വർഷം 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഇനി എത്രത്തോളം വളരും എന്നുള്ളത്. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ഡെസിഗ്നേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ മാക്സിമം ഗ്രോത്ത്. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ഡെസിഗ്നേഷനിൽ കൂടുതൽ ശമ്പളം തരാൻ പല കമ്പനികൾക്കും സാധിക്കില്ല. ഞാൻ ബിസിനസ് ചെയ്ത വ്യക്തിക്ക് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഓളം ഉണ്ടായിരുന്നു. 30 വർഷത്തിലെ എക്സ്പീരിയൻസിൽ അദ്ദേഹത്തിന്റെ ഗ്ലാസ് സീലിംഗ് മുട്ടിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കരിയറിൽ. ഒരിക്കലും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം നിങ്ങളുടെ സാലറി ഇൻക്രീസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ജോലിയിൽ എപ്പോഴും ലീനിയർ ഗ്രോത്ത് മാത്രമാണ്. ഒരു 5%, 10% അങ്ങനെയുള്ള ലീനിയർ ഗ്രോത്ത് മാത്രമാണ് നിങ്ങളുടെ ശമ്പളത്തിൽ ഉണ്ടായിരിക്കുക. നിങ്ങൾ ജോലി മാറിയാലോ മറ്റൊരു കമ്പനിയിലേക്ക് ജോലിക്ക് ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് ജോലിയിൽ ശമ്പളത്തിൽ കുറച്ച് വർധന ഉണ്ടാവുള്ളൂ. നിങ്ങളിപ്പോ ഒരു ജോലിയിൽ തന്നെ എപ്പോഴും ജോലി മാറുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കമ്പനിയിൽ ജോലി കിട്ടാനും ഭാവിയിൽ ബുദ്ധിമുട്ടായി മാറും. ഇനി വളരെയധികം പൊളിറ്റിക്സ് ഉള്ള ഒരു മേഖലയാണ് ജോലി സ്ഥലം എന്ന് പറയുന്നത്. ഇനി എപ്പോഴും നിങ്ങൾ സ്കില്ല് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം ജോലിയിൽ. ഇന്ന് ജോലിയിലിരിക്കുന്ന പലരും പുതിയ കോഴ്സുകൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കൊരു പുതിയ ജോലിക്ക് നിങ്ങൾക്ക് പരിശ്രമിക്കണമെങ്കിൽ നിങ്ങൾ പുതിയ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ക്വാളിഫിക്കേഷൻ വേണം. അതുകൊണ്ട് നിങ്ങളുടെ ജോലിയിൽ എപ്പോഴും നിങ്ങൾ സ്കിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഏതൊരു പ്രൊഫഷൻ ആയാലും, ഒരു CA ആണെങ്കിലും, ഒരു വക്കീലാണെങ്കിലും, ഒരു ഡോക്ടർ ആണെങ്കിലും, ആ മേഖലയിലുള്ള പുതിയ കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാതിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ ജോലിയിൽ. പാൻഡമിക് സമയത്ത് ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടത് അവർക്ക് ശരിക്കുള്ള ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജോലികൾ മറ്റ് സ്കില്ലുള്ള ആളുകളിലേക്ക് പോവുക തന്നെ ചെയ്തു. അങ്ങനെ പലരുടെ ജോലികൾ നഷ്ടപ്പെട്ടു. ഇനി ഭാവിയിൽ ജോലി അവസരങ്ങൾ കൂടുമെന്ന് കരുതുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റും വരുന്നതോടുകൂടി തന്നെ ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്ന പല ജോലികളും മെഷീനുകളായിരിക്കും ഭാവിയിൽ ചെയ്യാൻ പോകുന്നത്. ഇന്ന് അമേരിക്കയിലും മറ്റും ആമസോണിന് പല സ്റ്റോറുകളുണ്ട്, ആളുകൾ ഇല്ലാത്ത സ്റ്റോറുകളുണ്ട്. ഇന്ന് നിങ്ങൾ ആ സ്റ്റോറുകളിലേക്ക് പോകാം, സാധനങ്ങൾ വാങ്ങാം. നിങ്ങൾ ആ സാധനങ്ങൾ വാങ്ങി പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കാർഡിൽ നിന്ന് ആ പണം ചാർജ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള സ്റ്റോറുകൾ അമേരിക്കയിൽ വന്നു കഴിഞ്ഞു. ഞാൻ യാത്ര ചെയ്തപ്പോൾ കണ്ടത് പാർക്കിംഗ് ലോട്ടുകളിലും പെട്രോൾ പമ്പുകളിലും ഇന്ന് ആളുകളില്ല. എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. ഇന്ന് പല സ്ഥലങ്ങളിലും ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ ചെയ്യാൻ ആളുകളില്ല. അത് മെഷീനുകൾ തന്നെയാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും നിങ്ങൾ വായിക്കുന്നില്ല, പല വലിയ കമ്പനികൾ HCL, TCL മുതലായ കമ്പനികൾ പല ആൾക്കാരെയും കുറച്ചു ജോലികളിൽ നിന്ന് പിരിച്ചുവിട്ടു, ഒരാളുകളുടെ എണ്ണം കുറച്ചു എന്നുള്ളതൊക്കെ. എന്തുകൊണ്ടെന്നാൽ ജോലി അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊരു ലെഗസി ആയിട്ട് നിങ്ങളുടെ ജോലി മറ്റൊരാൾക്ക് കൈമാറാൻ സാധിക്കുമോ? നിങ്ങൾ ഒരു കമ്പനിയുടെ CEO ആണെന്ന് കരുതുക. ഒരു 30 വർഷം കൊണ്ട് നിങ്ങൾ കമ്പനിയുടെ CEO എന്ന് കരുതുക. നിങ്ങളുടെ മകനോ മകൾക്കോ ആ കമ്പനിയിൽ CEO ആയിട്ട് നിങ്ങൾക്ക് തുടരാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ ചെയ്തതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പൂർത്തീകരിക്കണം. നിങ്ങൾ തുടങ്ങിയ പോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജോലിയിൽ നിന്നും തുടങ്ങണം. അവിടുന്ന് വളർന്നു വന്നാൽ മാത്രമേ അവർക്കൊരു CEO ആകാൻ സാധിക്കുകയുള്ളൂ. ഇതെപ്പോഴും നമ്മൾ ലെഗസി ആയിട്ട് ഒരിക്കലും ഇത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കുന്നില്ല.
പല അവസരങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ വളരെ നല്ലൊരു ഡോക്ടർ ആയിരിക്കും, പക്ഷെ മകൻ അത്രത്തോളം നല്ലൊരു ഡോക്ടർ ആവാനോ അത്രത്തോളം പേരെടുക്കാനോ സാധിക്കാതെ പോയിട്ടുള്ള പല അവസരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയും വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മാത്രമാണ് ജോലിയിലുള്ളത്. ഇനി ഒരു സ്വത്ത് സമ്പാദനം നടത്താൻ സാധിക്കും ഒരിക്കലും 30-40 വർഷം ജോലി ചെയ്തിട്ടും 50-60 കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പ്രൊഫഷണലിലോ കോർപ്പറേറ്റിലോ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും അങ്ങനെ ഒരു ആളുകൾ പോലും വലിയ രീതിയിലുള്ള ഒരു സ്വത്ത് സമ്പാദിച്ചതായി ഞാൻ കാണുന്നില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളെ കൊണ്ട് സാധിക്കാത്തപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്വത്ത് സമ്പാദിച്ചെടുക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ അടുത്ത ഒരു 5 വർഷം നിങ്ങൾ ജോലി ചെയ്താലും അവിടെ നിങ്ങളുടെ ശമ്പളം ഒരു 15% കൂടിയാൽ അത്രത്തോളം തന്നെ ഇൻഫ്ലേഷനും പണപ്പെരുപ്പവും സംഭവിക്കും. അതുകൊണ്ട് തന്നെ അത് എഫക്ട് ഇല്ലാതെ തന്നെ പോകും. ഇനി നമുക്ക് ക്യൂനെറ്റും നമ്മുടെ ജോലിയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇനി ക്യൂനെറ്റ് എന്താണ് നമുക്ക് തരുന്ന അവസരം നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഇൻകം 0 ആണെന്ന് തന്നെ കരുതുക. നിങ്ങളിപ്പോൾ ജസ്റ്റ് ബിസിനസ് തുടങ്ങിയെന്ന് മാത്രം കരുതുക. ഇത് ജോലിയോടൊപ്പം ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ്. ഇന്ന് ഈ ഒരു കോളിലുള്ള 90% ആളുകളും ഒരു ജോലിയോടൊപ്പം തന്നെ ആയിരിക്കും ക്യൂനെറ്റ് ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വൈകുന്നേരം വരെ നിങ്ങൾ ജോലി ചെയ്യുന്നു, അതിനുശേഷമുള്ള സമയത്ത് നിങ്ങൾ സൂമിലേക്ക് വരുന്നു, നിങ്ങളുടെ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. കാരണം ഇന്ന് മറ്റുള്ള ഒരാൾ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് അതിന്റെ അഡ്വാൻറ്റേജ്. കാരണം ഇന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ആളുകളുണ്ട്. എങ്ങനെയാണ് ഒരു നെയിം ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ആളുകളോട് സംസാരിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ ആളുകളുണ്ട്. ഇവിടെ ഒരു രീതിയിലുള്ള ഇൻസെക്യൂരിറ്റിയും ഇല്ല. കാര്യം ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ബിസിനസ് അല്ല. നിങ്ങളൊരു 10 DR ചെയ്താൽ നിങ്ങളുടെ സീനിയർ പാർട്ട്ണർ എപ്പോഴെങ്കിലും അപ്സെറ്റ് ആകുമോ? നിങ്ങൾ എന്തിന് 10 DR ചെയ്തു എന്ന്? നിങ്ങൾ 10 ചെയ്താൽ നിങ്ങൾ കൂടുതൽ ചെയ്യാൻ അവർ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷനും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തരത്തിലുള്ള ഇൻസെക്യൂരിറ്റിയും ഇല്ല. ഇന്ന് ഈ ബിസിനസ്സിൽ ഞാൻ യാതൊരു വിധ ഈഗോയും വെച്ച് പുലർത്തില്ല. കാരണം ഞാൻ അവരോട് പറയുന്ന ഈഗോ ഉള്ള ആൾക്കാരോട് പറയുന്നത് തന്നെ, നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ വളരൂ, നിങ്ങൾ പണം സമ്പാദിക്കൂ. നിങ്ങൾ പണം സമ്പാദിക്കുന്നതോടൊപ്പം ഞാനും പണം സമ്പാദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി ഈ ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെയോ അല്ലെങ്കിൽ ജോലിയുടെയോ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുള്ളതില്ല. നിങ്ങൾ ഗ്രാജുവേറ്റ് ആവണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറേറ്റ് ആവണമെന്നോ ഇതൊന്നും നിങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല ഈ ഒരു ബിസിനസ് തുടങ്ങാൻ. ഒരു 5th ക്ലാസ് ഡ്രോപ്പ് ഔട്ട് വരെ നിങ്ങൾ ഇന്നൊരു മില്യണയർ ആവാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണിത്. കാരണം ഇവിടെ നിങ്ങൾക്ക് എന്ത് പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും പഠിക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യൂനെറ്റ് ബിസിനസ്. ഇവിടെ നിങ്ങൾ 100% 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ മാത്രം ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ഒരു സിസ്റ്റം സെൻട്രിക് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു മോഡൽ ഉള്ളപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യമില്ല. ആ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. ഇന്ന് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട്. വിജയ് അല്ലെങ്കിൽ VC മിഥുലാജ് തുടങ്ങിയ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ നമ്മളെ ഗൈഡ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മൾ അത് ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ നിങ്ങൾ തുടങ്ങിയിട്ട് നിങ്ങളുടെ ഒരു അംബാനി അടുത്തോ ഒരു ടാറ്റ അടുത്തോ പോയിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസിന് വേണ്ടി ചോദിക്കാൻ സാധിക്കുമെന്ന്? ഒരു മാസം എനിക്ക് ഗൈഡൻസ് തരുമെന്ന് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും അങ്ങനെ ഒരാളോട് പോയിട്ട്? നിങ്ങൾ മറ്റൊരാളുമായിട്ട് ഒരു ബിസിനസ് ഐഡിയയുമായിട്ട് പോയാൽ തന്നെ അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവരുടെ കമ്പനിയിലേക്ക് നിങ്ങൾ അക്വയർ ചെയ്യാൻ മാത്രമായിരിക്കും ശ്രമിക്കുക. നിങ്ങളെ സഹായിക്കാനായിരിക്കില്ല അവർ ശ്രമിക്കുന്നത്. ഇനി ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം ഉറക്കത്തിൽ കോംപ്രമൈസ് ചെയ്യണം, കുറച്ച് എന്റർടൈൻമെന്റ് മാറ്റി വെക്കേണ്ടി വരും. ഈ ബിസിനസ് വരുന്നതിന് മുമ്പ് പല ആൾക്കാർക്കും 10 മണിക്ക് ഉറങ്ങുന്ന ശീലം ഉണ്ടായിരിക്കും, 11 മണിക്ക് ഉറങ്ങുന്ന ശീലം ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ബിസിനസ്സിൽ നിങ്ങൾ പല ട്രെയിനിങ്ങിലും അറ്റൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് അതിന് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അത് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. ചില സമയത്ത് നിങ്ങൾ ട്രെയിനിങ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് പാർട്ടികൾ ഒഴിവാക്കേണ്ടി വരും, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാനുള്ളത് മാറ്റി വെക്കേണ്ടി വരും. ഇതൊരു റിയാലിറ്റി തന്നെയാണ്. പക്ഷേ ഇത് തുടക്കത്തിലുള്ള കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്.
കാരണം നിങ്ങൾ ഒരു ബിസിനസ് സക്സസ് ആകുമ്പോൾ നിങ്ങൾ സമയവും നിങ്ങൾ നേടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് വിജയിക്കാനായിട്ടുള്ള ഒരു ഹങ്കർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ ബിസിനസ്സിൽ ആരും ഫെയിൽ ആവുന്നില്ല. ബിസിനസ്സിൽ ആളുകൾ ക്വിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ബിസിനസ്സിൽ ഒരിക്കലും ഒരു ബോസ് ഇല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ബോസ് നിങ്ങളുടെ ഗോൾ മാത്രമാണ്. പേഴ്സണൽ ഗ്രോത്ത് വളരെ വലുതാണ് ഇവിടെ. പലരും ബിസിനസ് തുടങ്ങുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല. അങ്ങനെ ഒരുപാട് കഴിവുകളൊന്നുള്ള ആയിരിക്കില്ല. പക്ഷേ 2-3 വർഷം കഴിഞ്ഞ് നിങ്ങൾ അവരെ പരിശോധിക്കും, അവർക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉണ്ടാക്കുന്നുണ്ടാവും. അവരുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ടാവും. അവരെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൊത്തത്തിൽ അവരുടെ പേഴ്സണാലിറ്റി മാറിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് സാധിക്കുമോ ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ ഞാൻ അവരെ നോക്കുമ്പോൾ അവരുടെ ഗ്രോത്ത് കണ്ടു തന്നെ എനിക്ക് തന്നെ ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. ഞാനൊരു വലിയ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തി തന്നെയായിരുന്നു. ഞാൻ പോകുമ്പോൾ എനിക്കെതിരെ പരിചയമുള്ള ആളുകൾ വരുമ്പോൾ ഞാൻ വഴിമാറി നടക്കുന്ന ഒരാളായിരുന്നു. കാരണം അവർ മുഖാമുഖം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോർമാലിറ്റി സംസാരിക്കേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വഴിമാറി പോകുമായിരുന്നു. എനിക്ക് സ്റ്റേജിൽ നിന്ന് ആളുകളോട് സംസാരിക്കാൻ തന്നെ ഭയമായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ ഈ ഒരു 7000 ആളുകൾ എന്റെ മുമ്പിൽ ഉണ്ടെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് സംഭവിക്കുന്നത്. ഇതൊരു റിയാലിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇടുന്ന എഫേർട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. നിങ്ങൾ ഒരുപാട് റിജക്ഷൻ നേരിടേണ്ടി വരും. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന എഫേർട്ടിന്റെ റിസൾട്ട് ഇപ്പോൾ കാണാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ആ റിസൾട്ടുകൾ സംഭവിക്കുക തന്നെ ചെയ്യും. പലപ്പോഴും സംഭവിക്കുന്നത് ആളുകൾ ആ റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പലരും ചിന്തിക്കുന്നു 1000 വർഷം തന്നെ 50-60 ലക്ഷം എനിക്ക് കിട്ടണം. പക്ഷെ സാധിക്കാത്തതല്ല. പക്ഷെ അത് നമുക്ക് ട്രഡീഷണൽ ബിസിനസിന്റെ ഉദാഹരണം എടുക്കാം. ഒരു മോൾ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് കരുതുക. ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണെന്നുള്ള ഒരു കാര്യമല്ല. ചിലപ്പോൾ 5-6 വർഷം വേണ്ടി ഒരു മോൾ ഉണ്ടാക്കിയെടുക്കാൻ. ആ ഒരു മോൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന ഒരുപാട് പണവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും അതിനകത്തുനിന്ന് ഒരു പണവും വരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാം, ആ ഒരു മോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഓപ്പറേഷനിലായി കഴിഞ്ഞാൽ അതിനി ജീവിതകാലം മുഴുവൻ അതിൽ നിന്ന് പണം എനിക്ക് സമ്പാദിച്ചെടുക്കാൻ സാധിക്കുമെന്ന് അറിയാം. ഇവിടെയും അങ്ങനെ തന്നെ. ഒരു 6 മാസത്തേക്ക് ചിലപ്പോൾ നിങ്ങൾ ഒരു റിസൾട്ട് കാണില്ല. ചിലപ്പോൾ 2 വർഷം നിങ്ങൾ റിസൾട്ട് ഒന്നും കാണില്ല. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മാക്സ് ഔട്ട് ആകാൻ കഴിയില്ല എന്നുള്ളതല്ല. കാരണം ഇത് ഒരിക്കലും ഒരു ലീനിയർ ബിസിനസ് അല്ല. ഇതൊരു എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ക്ഷമയും ഹാർഡ് വർക്കും ഡിസിപ്ലിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് പലർക്കും പേഷ്യൻസ് കുറവാണ്. ഇന്ന് പലരും 5-6 ദിവസമോ ചിലപ്പോൾ ഒരു മാസമോ ആക്ടിവിറ്റി ചെയ്യുന്നു. അവർക്ക് റിസൾട്ട് വന്നില്ല, അവരുടെ ക്ഷമ നശിക്കുന്നു. ചില ആളുകൾ 2 മാസം പോലും ഈ ബിസിനസ്സിൽ സർവൈവ് ചെയ്യുന്നില്ല. അവർ കരുതുന്നു ബിസിനസ് തുടങ്ങി ഇനിയിപ്പോൾ 1ാമത്തെ ദിവസം തൊട്ട് എന്റെ റിസൾട്ട് വരണം. നിങ്ങൾ ആ ട്രഡീഷണൽ ബിസിനസ്സിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. അവിടെയും ഇങ്ങനെ തന്നെയാണോ സംഭവിക്കുന്നത്? നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ ഇതുപോലെ കൺസിസ്റ്റന്റ് അല്ലാതെ നിങ്ങൾ ജിമ്മിലേക്ക് പോയാൽ നിങ്ങൾ 3 മാസം ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല. അവിടെ നിങ്ങൾ ആരെങ്കിലും ബ്ലെയിം ചെയ്യാൻ ശ്രമിക്കുക, ഒരിക്കലും. പക്ഷെ ഇവിടെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആവാതെ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകളെ ബ്ലെയിം ചെയ്തു തുടങ്ങും. അതുകൊണ്ട് തന്നെ പറയുന്നു, ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്യൂനറ്റ് ബിസിനസ്സിൽ. ഡിസിപ്ലിൻ ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ സാധിക്കില്ല. ഡയറ്റ് ചെയ്താലും എക്സസൈസ് ചെയ്താലും ഡിസിപ്ലിനോടെ ചെയ്തില്ലെങ്കിൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഒരു ഗോൾഡ് സ്റ്റാർ മാക്സ് ഔട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 8 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ഈ ക്യൂനറ്റ് ബിസിനസ്സിൽ തന്നെ മാത്രം നിങ്ങൾക്ക് സമ്പാദിച്ചെടുക്കാൻ പറ്റും. അതായത് ഒരു വർഷം ഒരു 4 കോടി രൂപയോളം. ഇതൊരു നല്ല തുകയല്ലേ? നിങ്ങൾക്ക് അറിയുന്നതിൽ എത്ര പേരുണ്ടാവും ഒരു ജോലിയിൽ ഒരു 5 ലക്ഷം രൂപ മാസം ശമ്പളമായിട്ട് നേടിയെടുക്കുന്ന ആളുകൾ? ഒരു 15-20 വർഷം ജോലി ചെയ്ത ആൾക്കാർക്കെങ്കിലും ഉണ്ടോ ഇത്രയും വലിയ ശമ്പളം?
ഒരു CA ആയാലും ഒരു ലോയർ ആയാലും ഒരു 5 ലക്ഷം രൂപ മാസം ഉണ്ടാക്കുന്ന വളരെ വലിയ തുകയായിട്ടാണ് ഇന്ന് കരുതുന്നത്. ഇന്ന് ഒരു 80 ലക്ഷം രൂപ ശമ്പളത്തിലേക്ക് എത്തുന്ന ആൾക്ക് ആ ശമ്പളം ഒരു 10 ഇരട്ടിയാക്കാൻ സാധിക്കും? ഒരിക്കലും ഇല്ല. ഇന്ന് ഒരു 80 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് ഉള്ള ഒരാളാണെങ്കിൽ പോലും ഒരു 5 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് മാക്സിമം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ശമ്പളം 1 കോടി 1.5 കോടി ആയിരിക്കും ഒരു വർഷത്തെ ശമ്പളം. ഇനി അത്രത്തോളം ശമ്പളം മേടിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവർക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഒരിക്കലും ഉണ്ടാകില്ല. കാരണം അവരുടെ ശമ്പളം കൂടുന്നതനുസരിച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടും. ഇവിടെ നിങ്ങൾ സീറോയിൽ നിന്ന് തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു 8 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇൻകത്തിലേക്ക് വളരാൻ ഉള്ള സാധ്യതയുണ്ട്. ഇവിടെ യാതൊരുവിധ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടോ ഒരു തരത്തിലുള്ള സ്കില്ലോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻകത്തിലേക്ക് വളർന്നു വരാൻ സാധിക്കും. 4 കോടി ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പണച്ചെലവ് നിങ്ങൾ ടേൺ ഓവറിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. പന്ത്രണ്ട് 14 കോടിയുടെ ബിസിനസ് ചെയ്താൽ മാത്രമാണ് ഒരു 4 കോടിയുടെ പ്രോഫിറ്റ് നമ്മൾക്ക് ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ഡോക്ടർ ആണെന്ന് കരുതുക. നിങ്ങൾക്കൊരു പേഷ്യന്റിൽ നിന്ന് എത്ര ഫീസ് ആയിട്ട് വാങ്ങാൻ കഴിയും? ഒരു 1000 രൂപ, 1000 1200 രൂപയായിരിക്കും നിങ്ങൾക്ക് ഒരു പേഷ്യന്റിൽ നിന്നൊക്കെ ഫീസ് ആയിട്ട് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു 14 കോടി രൂപ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾ എത്ര പേഷ്യന്റിനെ കാണേണ്ടി വരും? എത്ര പേഷ്യൻസിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും? അത് ഒരു വർഷത്തേക്കോ ഒരു മാസക്കണക്കിനോ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക. ഇനി 14 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കി നിങ്ങൾക്ക് ഒരു ചെറിയ സെറ്റപ്പിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അതുപോലെ വലിയ വിശാലമായ ഓഫീസും സൗകര്യമുള്ള ഓഫീസും ഒക്കെ നമുക്ക് വേണ്ടി വരും. 4 കോടി സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ജോലി എനിക്ക് വ്യക്തിപരമായി അറിയില്ല. 4 കോടി ശമ്പളമായി കിട്ടുന്ന ഒരു ജോലി എനിക്ക് അറിയില്ല. 4 കോടി കയ്യിൽ കിട്ടണമെങ്കിൽ നമുക്ക് CTC ആയിട്ട് 5 6 കോടി വേണ്ടി വരും. എത്ര പേരിൽ നിങ്ങൾക്ക് അറിയുന്നവരുണ്ട് 5 കോടി 6 കോടി CTC ഉള്ള ആൾക്കാർ? ചില ആളുകൾ വിചാരിക്കും ഞാൻ വിദേശത്ത് പോയി എനിക്ക് കോടിക്കണക്കിന് രൂപ ശമ്പളമായി കിട്ടുമെന്നുള്ളത്. എന്നാൽ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിംഗ് വളരെ കൂടുതലാണ്. ഇവിടെ പണപ്പരപ്പ് ഒരു പ്രശ്നമായി നിങ്ങൾ നേരിടേണ്ടി വരുമോ? ഇവിടെ ഫിനാൻഷ്യൽ പ്ലാനും അതുപോലെ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇൻകം കൂടിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ തന്നെയാണ് നമ്മുടെ കമ്പനി വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ പറയുക ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ? ഒരു പ്രൊഫഷൻ ആണോ, ജോബ് ആണോ, ക്യൂനെറ്റ് ആണോ? നിങ്ങൾ സീറോയിൽ നിന്ന് തുടങ്ങാൻ തന്നെ കരുതുക. ഒരു 5 വർഷം കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കും. ഇനി ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ജോലിയോ പ്രൊഫഷനോ വിടേണ്ട കാര്യമില്ല ഒരു ബിസിനസ് തുടങ്ങാനായിട്ട്. നിങ്ങളുടെ ഇപ്പോഴുള്ള ഇൻകം റീപ്ലേസ് ചെയ്യുന്നവരെ ഈ ബിസിനസ്സിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജോലി ഉപേക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. മറ്റൊരു ട്രഡീഷണൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണോ നിങ്ങളുടെ ജോലിയുടെ കൂടെ തന്നെ മറ്റൊരു ട്രഡീഷണൽ ബിസിനസ്സും കൊണ്ടുപോകാനായിട്ട്? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം നല്ലതുപോലെ സമയം ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു ട്രഡീഷണൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല.
നിങ്ങൾ പാർട്ട് ടൈം ജോലി ചെയ്താൽ നിങ്ങൾക്ക് വലിയ തുകകൾ ചെയ്ത് വലിയ 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 പണം സമ്പാദിക്കാൻ സാധിക്കുമോ? ഒരിക്കലും അത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഫുൾസ് പാരഡൈസിലേക്ക് പോകേണ്ട കാര്യമില്ല. എനിക്കൊരു വോളണ്ടിയറിനെ ആവശ്യമുണ്ട്. ഡോക്ടർ ജ്യോതിക് ഉണ്ട് സ്ക്രീനിൽ. ജ്യോതിക്, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോട് സംസാരിക്കാൻ സാധിക്കുമോ? ജ്യോതിക്, നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ഓർമ്മയുണ്ടോ? അത് 2 ഫെബ്രുവരി 84 ആണ് എന്റെ ബർത്ത് ഡേറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെത്ത് ഡേറ്റ് അറിയാമോ? അറിയില്ല. നിങ്ങളൊരു 60 വർഷം 70 വർഷം ജീവിക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ 84 ബോണാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ 38 39 വയസ്സ് പ്രായമുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു 30 വർഷം കൂടെ ജീവിക്കാം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ലൈനിൽ, ഈ ഒരു ബർത്ത് പോയിന്റും ഡെത്ത് പോയിന്റും ഇടയിൽ എവിടെയാണെന്ന് നിങ്ങൾ കരുതുന്നത്? മിഡിലാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. നിങ്ങൾക്കൊരു 80-90 വയസ്സ് വരെ ജീവിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ചിലപ്പോൾ 30% മാത്രമേ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ ജാപ്പനീസ് ഡയറ്റ് ആണ് ഫോളോ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് 100 വർഷം ജീവിക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ഇവിടെ ആണെങ്കിലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിലോ? നിങ്ങളുടെ ജീവിതത്തിന് 90% കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് കരുതുക. അപ്പോഴെന്താണ് സംഭവിക്കുക? അത് ആർക്കെങ്കിലും അറിയാമോ? അതൊരിക്കലും നമുക്ക് പറയാൻ കഴിയുന്നതല്ല. കൊറോണ വലിയൊരു തിരിച്ചറിവാണ് സംഭവിച്ചത്. മുപ്പത്തഞ്ച് 38 പ്രായത്തിൽ പോലും ഒരു അസുഖമോ മറ്റു ദുശ്ശീലങ്ങളോ ഒന്നും ഇല്ലാതിട്ട് കൂടിയും കൊറോണയിൽ പലർക്കും ജീവിതം നഷ്ടപ്പെട്ടു. അവരും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ എന്റെ ജീവിതത്തിന്റെ പകുതി മാത്രമേ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്നുള്ളത്. ഇനിയും ഒരു 50% 60% ജീവിതം ബാക്കിയുണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് 5% മാത്രം ജീവിതം ബാക്കിയുള്ളൂവെങ്കിലോ? നിങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോയാലും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ അതേ പ്രായക്കാരായിട്ടുള്ള ഒരു വ്യക്തി ചിലപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം കാരണം ആ ഹോസ്പിറ്റലിൽ വന്നേക്കുന്നത്. നമുക്ക് എന്ത് ഗ്യാരണ്ടി ഉണ്ട് നമ്മൾക്ക് അത് സംഭവിക്കില്ല എന്നുള്ളത്? എനിക്കെന്ത് ഗ്യാരണ്ടി ഉണ്ട് അത് എനിക്ക് സംഭവിക്കുന്നില്ല എന്നുള്ളത്? ഇനി അത് സംഭവിച്ചാൽ തന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു നല്ലൊരു അവസരമാണ് ഈ ബിസിനസ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ദൈവം നല്ലൊരു അവസരമാണ് തന്നിരിക്കുന്നത് ഈ ഒരു ബിസിനസ്സിലൂടെ. ഇത് നിങ്ങളുടെ ജീവിതം മാത്രമല്ല മാറ്റാൻ സാധിക്കും, നിങ്ങളുടെ തലമുറകൾ തന്നെ മാറ്റാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ്. VP സച്ചിൻ പറയുന്ന പോലെ ഇതൊരു മില്യണർ ആകുന്നത് ഒരു പല ചോയ്സ് ആണ്. നിങ്ങളുടെ ആരോ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയി, നിങ്ങൾ പ്ലാൻ വന്നു, അത് മറ്റൊരു ചോയ്സ് ആയിരുന്നു. നിങ്ങൾ ബിസിനസ് തുടങ്ങാനുള്ള പണം സ്വരൂപിച്ചു, അതൊരു ചോയ്സ് ആണ്. നിങ്ങൾ 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 സൈനപ്പ് ആയി, പല ആൾക്കാർ ബിസിനസ്സിൽ സൈനപ്പ് ആവാത്ത ആൾക്കാരുമുണ്ട്, അതൊരു ചോയ്സ് ആണ്. നിങ്ങളൊരു ചോയ്സ് എടുത്തു, നിങ്ങൾ വെൽക്കം ഇട്ടുണ്ട്, നിങ്ങൾ ആരും നിർബന്ധിച്ചില്ല, പക്ഷെ നിങ്ങൾ ആ ചോയ്സ് എടുത്തു. ഇതുപോലെ ഒരുപാട് ചോയ്സുകൾ നിങ്ങൾ ചെയ്യേണ്ടി വരും അടുത്ത 3-4 വർഷത്തേക്ക് വേണ്ടി. നിങ്ങളുടെ അപ്ലൈൻ പറയുന്നത് പോലെ, നിങ്ങൾ സിസ്റ്റം പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് 3-4 വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫ് തന്നെ മാറി മറിയും. അതിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഇനി എത്ര സമയം ബാക്കിയുണ്ടോ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ന് നിങ്ങൾ മരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് തയ്യാറാകുമോ? നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്? ഇന്ന് നിങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശരിയായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇന്ന് പലരും മരിക്കാൻ തയ്യാറല്ല. നിങ്ങൾ മരിക്കണമെന്നല്ല പറയുന്നത്, പക്ഷെ ഈ ഒരു ബിസിനസ് അടുത്ത 2-3 വർഷം കൊണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പൊസിഷനിലെത്തും. നിങ്ങൾക്ക് ഇനി എന്ത് നേരിടാനുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ ആ പൊസിഷനിലേക്ക് എത്തിപ്പെടും. ഒരു ബിസിനസ് 2-3 വർഷം നല്ല രീതിയിൽ നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പൊ ഇതോടുകൂടി എന്റെ സെഷൻ അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാം ഞാൻ ഈ ഒരു ജേർണിയിലേക്ക് വെൽക്കം ചെയ്യാണ്. എന്റെ 7 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. സോ നിങ്ങളെ ഇനിയും കണ്ടുമുട്ടാം വേറെ ഏതെങ്കിലും ഒരു വേദിയിൽ.
എല്ലാവർക്കും